നിഷ നിസാം, അവൾ മുസ്ലിം, ഷാനിബ അലി, പിന്നെയുള്ളത് ലാണി, ഷീസ് ക്രിസ്ത്യൻ. അപ്പം ഞങ്ങൾ 3 പേരും തീരുമാനിച്ചു നമുക്ക് നാളെ അമ്പലത്തിൽ പോകാൻ. ഉമ്മ പറഞ്ഞു കൈയും കാലും ഞാൻ തല്ലി മുറിച്ച് വീട്ടിനകത്തോടും എവിടെയും പോകില്ല എന്നൊക്കെ പറഞ്ഞു. ലിറ്ററലി ടച്ച് യുവർ ബൂബ്സ്, ലിറ്ററലി കിസ് യു എന്നിട്ടൊക്കെ കൂടെ കൊണ്ടുപോകുന്ന സ്ഥലം. അവിടെ ആർക്കെന്നെ വേണ്ട, എന്നാലും നമുക്കൊരു പേടി വരുമല്ലോ. എന്നെയൊക്കെ കിഡ്നാപ്പ് ചെയ്യാനൊക്കെ എളുപ്പമാണ്. എന്നെ ആരെങ്കിലും ഞാൻ അവരുടെ കൂടെ പോകും. ഈ ഹോട്ടൽ ഹേക്കാ ബ്രോത്തൽ ഹേ അതാണ് അവർ പറയുന്ന ഡയലോഗ്. കാരണം മിക്സ്ഡ് സൗണ്ട് കേട്ടിട്ട് വാഷ്റൂമിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ വഴുതി വീഴാനുള്ള സ്കോപ്പുള്ള സ്ഥലങ്ങളാണ് അവിടെ. കാരണം മൊത്തം ക്വാണ്ടം കവർ, അത് ഇത് ഓവർനൈറ്റ് സ്റ്റേ ചെയ്യാൻ പാടില്ല. ഈ രാത്രി നമ്മളൊരു സ്ഥലത്ത് പോയി ചെയ്യുന്നൊക്കെ നമുക്ക് പകല് ചെയ്യാൻ പറ്റുന്ന ഇവർക്ക് മനസ്സിലാവില്ല എന്ന് ഞാൻ ആലോചിക്കും. ഷീസ് ഓൾസോ മുസ്ലിം. അപ്പം ഞങ്ങൾക്ക് കണക്ട് ചെയ്യാൻ കുറേ ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും തട്ടമിടാത്ത മുസ്ലിമാണ്. ക്യൂട്ട്നെസ് ഓവർലോഡ് നമ്മൾ കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണ ഒരുത്തനും പിടിക്കാനില്ല. പൗർണമിനെ കണ്ടപ്പോഴേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നാശം, ഇവളുടെ കൂടെയാണല്ലോ 2 ദിവസം. എനിക്ക് എന്നെ ആൾക്കാർ തേച്ചതിന് കൈയും കണക്കും ഇല്ല. വയറിളക്കവും കൊണ്ട് മീശപ്പുരിമല കീഴടക്കി ഓതി എന്നൊക്കെ PSC ക്വസ്റ്റ്യൻ വരണം. ആ ലെവലിൽ ഞാൻ അത് ആഗ്രഹിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ തംബ്നെയിൽ വരും. PSC ക്വസ്റ്റ്യൻ അറിയില്ല. നമസ്കാരം, ട്രാവലിസ്റ്റ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്നും നമുക്കൊരു അതിഥിയുണ്ട്. ബൈ പ്രൊഫഷൻ ഒരു അഡ്വക്കേറ്റാണ്, പക്ഷേ ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ളൊരു ട്രാവലറാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. ഷാനിബ അലി. യാത്രയിലേക്ക് തന്നെ നേരിടിച്ച് കയറി പോവാം. പക്ഷേ അതിന് മുന്നേ ഒരു ചെറിയൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. ബൈ പ്രൊഫഷൻ ഞാനൊരു വക്കീലാണ്. പാഷനേറ്റ്ലിയും വക്കീൽ തന്നെയാണ്. പക്ഷേ എന്നാലും ട്രാവൽ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. ട്രാവൽ എന്ന് പറയുമ്പോൾ ഭയങ്കര എക്സ്റ്റെൻസീവ് ട്രാവൽ ഒന്നുമല്ല, എന്നാലും എനിക്കിഷ്ടമാണ് യാത്ര ചെയ്യാൻ. എവിടെയാണെങ്കിലും, അതിപ്പോൾ ഇവിടുന്ന് കടയിലോട്ട് പോകുകയാണെന്ന് പറഞ്ഞാലും ഞാൻ രസമായിട്ട് ഇങ്ങനെ നടക്കും. അതെ, അത് എൻജോയ് ചെയ്യും. ആ മൊമെന്റ് എൻജോയ് ചെയ്യും. സ്ഥലം എവിടെയാണ്? എൻ്റെ സ്ഥലം ശരിക്കും കോഴിക്കോടാണ്. പക്ഷേ ഫോർ പ്രൊഫഷൻ ഞാനിവിടെ സെറ്റിൽഡാണ്. കൊച്ചിയിൽ സെറ്റിൽഡ് ആണ്. ഇവിടെ തന്നെയാണ് ഇപ്പോൾ. ഫോർ ദ ലാസ്റ്റ് 8+ years ഞാൻ ഇവിടെയാണ്. ബൈ പ്രൊഫഷൻ ഇതായതുകൊണ്ട് ഇവിടെ സെറ്റിൽഡ് ആണ്. ശരി, യാത്രകളൊക്കെ എന്നാ തുടങ്ങുന്നത്? അത് ഞാൻ ചോദിക്കാൻ കാരണം, എന്നാ തുടങ്ങുന്നത് ചോദിക്കാൻ കാരണം, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഒരു കാലഘട്ടത്തിലൊക്കെ യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നുള്ളൂ. അത് ഫാമിലി ആയിട്ട് പോകുന്നത് പോലും വളരെ കുറച്ചായിരുന്നു. എല്ലാ ഫാമിലീസും അങ്ങനെ ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ തന്നെ ഒരു സമയത്ത് ഒരു ഏൺ ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സമയത്തായിരിക്കും യാത്രകൾ തുടങ്ങുന്നത്. സ്ത്രീകളെ സംബന്ധിച്ച് അതും കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും ഒരു ബബിൾ ബ്രേക്കിംഗ് മൊമെന്റ് എന്ന് പറഞ്ഞ പോലെ എപ്പോഴെങ്കിലൊക്കെ ഒരു സംഭവിക്കണം. അതുകൊണ്ട് ചോദിച്ചതാണ്, എപ്പോഴാണ് യാത്രകളിലേക്ക് എത്തിപ്പെടുന്നത്? എനിക്കത് ചോദിച്ചപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ യാത്ര എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. ഞാൻ ഭയങ്കര ഒരു ഓർത്തഡോക്സ് ആയിട്ടുള്ളൊരു മുസ്ലിം ഫാമിലിയിൽ ജനിച്ചതാണ്. അപ്പം നമുക്ക് യാത്ര ചെയ്യണം എന്ന് വിചാരിച്ച് യാത്രയായിട്ട് തുടങ്ങുന്നതിന് ഒരുപാട് മുൻപേ എൻ്റെ മനസ്സിൽ ഓർമ്മയുള്ള യാത്ര എന്ന് പറയുമ്പോൾ വീട്ടിൽ നിന്ന് സ്കൂളിലോട്ട് കഞ്ഞിയും ചെറുപയറും മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു യാത്രയുണ്ട്. അതാണ് ഞാൻ എൻ്റെ ഓർമ്മയിൽ ഏറ്റവും കൂടുതൽ. അപ്പം നമ്മളിങ്ങനെ റോഡിലൂടെ നടക്കുമ്പോൾ കാണുന്ന പേപ്പേഴ്സൊക്കെ എടുക്കും, വായിക്കും, ചെരുപ്പ് പൊട്ടിയിട്ടുണ്ടാവും, അത് പിന്നോണ്ട് കുത്തിവെക്കും. എന്നിട്ട് സ്കൂളിലോട്ട് പോകുന്ന എന്നെയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞപ്പോൾ ഞാനത് ആലോചിച്ചത്. സ്കൂളിലോട്ട് കഞ്ഞി മേടിച്ച് വന്ന് അത് വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് സ്കൂളിൽ പോകും. അപ്പം അതെൻ്റെ ഒരു ലോങ് ടൈമാണ്. ഞാൻ അപ്പോൾ ഈ നമ്മളെല്ലാവരും ചെയ്തിട്ടുണ്ടാവും കുട്ടിക്കാലത്ത്, മറ്റേ മഴ ഈ സാധനത്തിന് പൊട്ടിക്കും, തണ്ട് പൊട്ടിക്കും, പിന്നെ നടക്കുമ്പോൾ എന്തെങ്കിലും എടുത്ത് പെറുക്കി തിന്നും. അങ്ങനെ അങ്ങനെ ആ നടത്തം ഉണ്ടല്ലോ, അതൊരു യാത്രയാണ്. കുട്ടീനെ സംബന്ധിച്ച് ലോകം കാണുന്ന ഓരോ ദിവസം നടക്കുമ്പോൾ വേറെ ആൾക്കാരെ കാണാം, പല പുതിയ പുതിയ കാര്യങ്ങൾ സംഭവിക്കും, കിളികളെ കാണാം. അതൊക്കെ ഒരു യാത്രയാണ്. ശരിയാണ്. അതാണ് ഇപ്പം മില്ലിലോട്ട് പൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉമ്മ പോയിക്കോളാൻ പറയുമ്പോൾ ഒരു രൂപ മിഠായിക്കും കൂടി തരും. അതെന്റെ ഒരു ഫേവറേറ്റ് യാത്ര തന്നെയാണ്. പിന്നെ ഞങ്ങൾ സ്കൂൾ വെക്കേഷനൊക്കെ ആവുന്ന സമയത്ത് ഒരു മലയുടെ സൈഡിലാണ് എൻ്റെ വീട്. അപ്പൊ ആ പറമ്പിലുള്ള ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങും. ഈ ഡോറൊക്കെ ഇറങ്ങണ പോലെ എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങും. നമ്മൾ എന്തെങ്കിലുമൊക്കെ അപകടമൊക്കെ പറ്റിയിട്ടായിരിക്കും തിരിച്ചു വരിക. ഏതെങ്കിലും മരത്തിന്, ഇപ്പൊ എൻ്റെ പുരികത്തിലാണെങ്കിൽ ഒരു വെട്ടുണ്ട്, അത് ഞാൻ +2 പഠിക്കുമ്പോൾ ഒരു മരത്തിന്റെ മുകളിൽ നിന്ന് വീണ. അപ്പൊ ഞാൻ എല്ലാവരോടും കുഞ്ഞിലേ വീണ എന്ന് പറയുമ്പോൾ അവർ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 5 വയസ്സുകാരി. അതൊക്കെ എന്റെ യാത്രയുടെ ഒരു മാക്കാണ്. കാരണം നമ്മളൊരു മലയുടെ മുകളിൽ അപ്പുറത്ത് പോയിട്ട് അവിടെയുള്ള ഒരു മരം കണ്ടുപിടിച്ച് അതിന്റെ മുകളിൽ കയറി അതിന്റെ മുകളിൽ പടക്കമെന്ന് പറഞ്ഞ് താഴെ വീഴുന്നതാണ്. അങ്ങനെയാണ് യാത്രകൾ തുടങ്ങുന്നത്. പിന്നെ ഇഷ്ടമാണ് ഇപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ വായിക്കുമ്പോൾ എല്ലാ സ്ഥലത്തും പോകും. യാത്ര എന്ന് പറയുമ്പോൾ ഓരോ മനുഷ്യന്മാർക്ക് ഓരോ ഐഡിയ ആയിരിക്കുമല്ലോ യാത്രേനെ പറ്റി. യാത്ര എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്ന പോലെ മലയോ അല്ലെങ്കിൽ കുന്നിൻ ചെരുവോ അത് മാത്രമല്ല, നമുക്കൊരു സിറ്റി എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടോ? എനിക്ക് വേറൊരു സിറ്റിയിലോട്ട് പോകാനായിരുന്നു അപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം. അല്ലെങ്കിൽ എൻ്റെ കോഴിക്കോട് സിറ്റിയിലോട്ട് തന്നെ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അപ്പോൾ ഒരു മാസികയിൽ ഇങ്ങനെ ഈ IT ബൂം വരുന്നൊരു സമയമാണ്. ഇൻഫോ പാർക്കൊക്കെ ഭയങ്കര സംഭവമായിട്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയം. അപ്പോൾ അവിടെ ഇങ്ങനെ പറയുവാണ്, ഒബ്രോൺ എന്ന് പറഞ്ഞൊരു മോളുണ്ട്, അവിടെ ഒരു മോൾ കൾച്ചറുണ്ട്, അപ്പോൾ എനിക്ക് അവിടെ പോകണം.
ഒബ്രോൺ മോളിൽ പോകണം, അത് മോളാണ്, എന്താ മോൾ എന്നറിയില്ല. അപ്പം നമ്മളുടെ അത് കഴിഞ്ഞ് കോഴിക്കോട് ഒരു ഫോക്കസ് മാൾ വരികയാണ്. അതൊക്കെയാണ് എൻ്റെ മനസ്സിൽ. അപ്പം എനിക്ക് അറിഞ്ഞൂടെ അവിടേക്ക് എങ്ങനെയാണ് പോകേണ്ടത്, എന്താണ് ഡ്രസ് കോഡ്. ചെറിയ കുട്ടിയാണ് ഞാൻ, +1 പഠിക്കുമ്പോഴാണ് ഇത് വരുന്നത്. അപ്പം ഞാൻ ലെഹങ്ക ഇട്ടിട്ടാണ് മോളിൽ പോകുന്നത്. അപ്പം എല്ലാവർക്കും ഞാൻ അവിടെ ഭയങ്കര കൗതുകമാണ്. ഫുൾ ഒരുങ്ങി മൊത്തം കണ്ണാടി ചില്ലുകളൊക്കെ ഉള്ള ഒരു ലെഹങ്ക ഇട്ട് ഫുൾ കോസ്റ്റ്യൂമിൽ കല്യാണ പെണ്ണെ പോലെയാണ് ഞാൻ മുകളിലോട്ട് പോകുന്നത്. അതെൻ്റെ ലൈഫിലൊരു മെമ്മറബിൾ യാത്രയാണ്. അങ്ങനെ ആണ് ഞാൻ അറിയുന്നത് എനിക്ക് യാത്രകൾ ഇഷ്ടമാണെന്ന് ഞാൻ റിയലൈസ് ചെയ്യുന്നത്. എല്ലാ മനുഷ്യന്മാർക്കും ഏതെങ്കിലും രീതിയിലുള്ള യാത്രകളൊക്കെ ഇഷ്ടമായിരിക്കും. ആൻഡ് എനിക്കും അങ്ങനെ ഇഷ്ടമാണ്. പിന്നെ ഞാനൊരു യാത്ര ആസ്വദിച്ച് തുടങ്ങുന്നത് ഞാൻ കോഴിക്കോട് ലോ കോളേജ് ഫൈനൽ ഇയർ ആയിരിക്കുന്ന സമയത്ത്. അതുവരയ്ക്കും നമ്മൾ കോഴിക്കോടിന് പുറത്ത് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആകെ പോയിട്ടുള്ളത് സ്കൂളിൽ നിന്ന് 1-2 കുഞ്ഞു ടൂറുകൾ, വലുതൊന്നും വിടില്ല. കാരണം നമ്മൾ എക്കണോമിക്കലി ഭയങ്കര വെൽ ഓഫ് ആയിട്ടുള്ള ഒരു ഫാമിലി അല്ല, വെരി മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അപ്പം അങ്ങനെ ടൂറിന് പോകാനുള്ള കേപ്പബിലിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. പക്ഷേ കുഞ്ഞു കുഞ്ഞു പരിപാടികൾക്കൊക്കെ വിടും, അങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ NSSൻ്റെ അങ്ങനെയൊക്കെ പോയിട്ടുണ്ട് എന്നല്ലാതെ ഭയങ്കര വലിയ യാത്രയൊന്നും പോയിട്ടില്ല. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് ഈ LLB എൻട്രൻസിൻ്റെ അലോട്ട്മെൻറ്റ് ട്രിവാൻഡ്രത്ത് വെച്ചിട്ട്. അപ്പോൾ ട്രിവാൻഡ്രം സൂ കാണാൻ പോയി. എനിക്ക് ഭയങ്കര ഒരു മെമ്മറി. കാരണം ഞങ്ങൾ ട്രെയിനിൽ ആദ്യമായിട്ട് ഞാൻ ട്രെയിനിൽ കയറും. അന്ന് ട്രെയിനിൽ കയറുമ്പോഴുള്ള കൗതുകം എനിക്ക് ഇന്നും ഉണ്ട്. അന്നൊരു സ്ലീപ്പർ ക്ലാസ്സിൽ ഇത്രയും ആൾക്കാരുടെ നടക്കും. എനിക്ക് ചായ മേടിച്ചു തന്നു, ഉപ്പ് എനിക്ക് പരിപ്പ് വട മേടിച്ചു തന്നു. എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഉണ്ട്, ആ യാത്രയുണ്ട്. അന്ന് ഞാൻ ആൾക്കാരെ അന്ന് ഞാൻ കണ്ട മനുഷ്യന്മാരുണ്ട്. ട്രിവാൻഡ്രത്ത് ഞങ്ങൾ താമസിച്ച ഹോട്ടലുണ്ട്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം I was 17 then. അപ്പോൾ ഒരു 17 വയസ്സുകാരിയുടെ എല്ലാ എക്സൈറ്റ്മെൻറ്റും ഉണ്ട് എനിക്ക് ആ മൊമെൻറ്റിൽ, ആ യാത്രയിൽ. അന്ന് ആ ട്രെയിനിൽ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. കാരണം എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നുന്നു. എനിക്ക് ട്രെയിൻ മൂവ് ചെയ്യുന്നത്, അതിൽ ഞാൻ കാണുന്ന മനുഷ്യന്മാർ ഒക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു. അങ്ങനെ ട്രിവാൻഡ്രത്തോട്ട് പോയതാണ് എൻ്റെ ഒരു യാത്ര. പിന്നെ എൻ്റെ യാത്രകൾ ആരംഭിക്കുന്നത് ഇവിടെ വന്നതിന് ശേഷമാണ്, കൊച്ചിയിൽ വന്നതിന് ശേഷമാണ്. കൊച്ചിയിൽ വന്നതിന് ശേഷം പിന്നെ ഫുൾ പ്ലാനിങ്, എവിടെയെങ്കിലും പോകണം എന്നുള്ള തോട്ട്. പിന്നെ എനിക്ക് ഈ സിറ്റി എക്സ്പ്ലോർ ചെയ്യാലോ, മോസ്റ്റ്ലി നടക്കും, രസമാണ്. അങ്ങനെയാണ് ഷാനിബയുടെ കഥകൾ കേട്ടപ്പോഴേ ഒരു കാര്യം ഫീൽ ചെയ്തത്, ഷാനിബ ഭയങ്കര എല്ലാവരും എന്താ പറയുക, യാത്ര ചെയ്യുന്ന എല്ലാവർക്കും ഈ അനുഭവങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ രണ്ടാമത് പറയുമ്പോൾ ഇത് നമുക്ക് വിട്ടുപോകും, ഒരു മെയിൻ കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ. പക്ഷെ ഷാനിബ ഈ പറയുന്ന പരിപ്പോടയുടെ ടേസ്റ്റും ആ ചെറിയ ചെറിയ ആ മൊമെന്റ്സ് ഒക്കെ ഓർത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമുക്കിവിടെ വന്ന ഗസ്റ്റുകളിൽ ഇങ്ങനെ യാത്രകളെ പറ്റി പറയുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കും എന്തായാലും ഷാനിബ ഈ കഥകളിൽ. കാരണം ഈ ചെറിയ ഡീറ്റെയിലിംഗ് നല്ലതാണ്. ഒരുപാട് ഗസ്റ്റുകൾ നന്നായി പറയുന്ന ആൾക്കാരാണ്, പക്ഷെ ഞാൻ ഈ പറയുന്ന ആ ഡീറ്റെയിലിംഗ് വരുന്ന നല്ല രസമാണ്. ഈ കഥ കേട്ടിരിക്കാനും ഭയങ്കര രസമാണ്. നമുക്ക് എന്നിട്ട് പിന്നെ എങ്ങനെയാണ് പിന്നെ ഈ പറഞ്ഞ പോലെ എന്താണ്, ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ ലൈഫിലെ ട്രാവലുകൾ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കേസിലൂടെയാണ്. അപ്പം ഞാനൊരു ഓഫീസിൽ ജൂനിയർ ആയിട്ട് ജോയിൻ ചെയ്തു. അപ്പം എൻ്റെ സീനിയർ ഈസ് എ വെരി ലവബിൾ പേഴ്സൺ, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാവുന്ന കൈൻഡ് ഓഫ് പേഴ്സൺ ആണ് എൻ്റെ സീനിയർ. അപ്പം ഞങ്ങൾ ആ ഓഫീസിലോട്ട് ഞാൻ കയറി കഴിഞ്ഞ പിന്നെ എൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് പണി കിട്ടാതിരിക്കുന്ന എൻ്റെ ഫ്രണ്ട്സിനെയും കൂടി അങ്ങോട്ടേക്കൊക്കെ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം എന്താണ്, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, വിപിൻ, കോളേജ് ഫ്രണ്ട്. അപ്പം അവനെ എനിക്ക് എങ്ങനെയെങ്കിലും അവിടെ കൊണ്ടുവരണം. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു അവൻ വേറൊരു ഓഫീസിലേക്ക് കയറി. പിന്നെ അവനും എൻ്റെ ഓഫീസിലോട്ട് വന്നു. അപ്പം ഞങ്ങൾക്ക് ഇറ്റ്സ് ലൈക്ക് എ ഫാമിലി. ഇപ്പോഴും വിപിൻ്റെ വൈഫ്, ഞങ്ങളെല്ലാവരും വക്കീലന്മാരാണ്. അപ്പം ഞങ്ങൾക്കതൊരു ഫാമിലിയാണ്. ലൈക്ക് ഞങ്ങൾ കേസിന് വേണ്ടിയിട്ട് പോകും. കേസിന് വേണ്ടി പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു കേസിന് സീനിയർ മാത്രം പോയാൽ മതി, പക്ഷെ ഞങ്ങൾ എല്ലാവരും ഇടിച്ച് കയറും അതിൻ്റെ കൂടെ. ഇപ്പോൾ ഒരു ഇവിടെ ഉണ്ട് ട്രിവാൻഡ്രത്ത് ഒരു ഔട്ട് ഓഫ് സ്റ്റേഷൻ ഉണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും സാറിനോട് ആരാ സാറിന് അസിസ്റ്റ് ചെയ്യാൻ വരുന്നതെന്ന് ചോദിച്ചിങ്ങനെ നിൽക്കും. അപ്പോൾ സാർ ആരെങ്കിലും ഒരാൾ വന്നോട്ടെ എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാവർക്കും വിഷമാവും. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും, അത് അന്നുള്ള കേസുകളൊക്കെ മാറ്റിയിട്ട് അപ്പം ഞങ്ങളൊക്കെ ഇവിടെ വെറുതെ ഇരിക്കുകയാണ്, ഞങ്ങൾ വരാമെന്നുള്ള പോലെ ഞങ്ങളതൊരു ട്രിപ്പായിട്ട് ഡിക്ലെയർ ചെയ്യും. സാറും പിന്നെ അന്നോ എന്ന് പറയും, സാറ് നന്നായിട്ട് ഭക്ഷണം മേടിച്ചിരുന്നു നമുക്ക്. അപ്പം നമുക്ക് ആ ട്രാവൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടുന്ന് ട്രിവാൻഡ്രത്തോട്ട് പോകുമ്പോൾ ആ കേസിനെ പറ്റി ഒരാളും പഠിച്ചിട്ടുണ്ടാവില്ല. സാർ അപ്പോൾ ചോദിക്കുമ്പോഴാണ് നമ്മൾ കേസിൽ പെറ്റീഷണർ റെസ്പോണ്ടന്റ് ഈ സാധനം വരിക. നമുക്ക് ഓർമ്മയുണ്ടാവാൻ നമ്മൾ കഴിക്കാൻ പോകുന്ന റെസ്റ്റോറൻറ്റ് നമ്മൾ ഗൂഗിൾ ചെയ്ത് വെക്കും, എവിടെ നിർത്തണം എന്ന് പറയും. കാറിലാണ് പോവുക യൂഷ്വലി ഞങ്ങൾ. എക്സാക്ട്ലി ഞങ്ങൾ അങ്ങനെയാ പോവുക. ഞങ്ങൾ രസമായിട്ട് വണ്ടി ഓടിച്ച് എല്ലാവരും കൂടി പോവും. പിന്നെ തൊടുപുഴ പോസ്റ്റിംഗ് വരുമ്പോൾ തൊടുപുഴ പോകുമ്പോൾ ഞങ്ങൾ അതുപോലെ ഞങ്ങൾക്ക് ബാംഗ്ലൂരൊക്കെ കിട്ടുമ്പോൾ അടിയാണ്, ഔട്ട് ഓഫ് സ്റ്റേഷൻ കിട്ടുമ്പോൾ ആര് പോകുമെന്ന് പറഞ്ഞാൽ. കാരണം കാശുള്ള കക്ഷിയാണെങ്കിൽ ഒരു ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് തരും. അപ്പം നമുക്ക് ഫ്ലൈറ്റിൽ കയറുക, ഫ്ലൈറ്റിൽ പോകുന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ചില്ല പരിപാടിയാണല്ലോ. ഇനിയിപ്പോൾ ഞങ്ങൾ രണ്ടുപേരും, ഞാനും വിപിനും പോകണമെന്ന് പറഞ്ഞാൽ പിന്നെ ബസ്സിൽ ദാരിദ്ര്യമായിട്ട് ഞങ്ങൾ പോകേണ്ടി വരും. പക്ഷേ അതും ഞങ്ങൾ ചെയ്യും. ഞങ്ങൾ ആ കാശ് ലാഭിക്കാൻ വേണ്ടി ഞങ്ങൾ ബസ്സിൽ പോയിട്ട് രാത്രി മൊത്തം ഇങ്ങനെ സംസാരിച്ചിരുന്ന് അവിടെ എത്തി. അവിടുന്ന് ഹോട്ടലിൽ എടുത്തു കഴിഞ്ഞാൽ കാശ് കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഭയങ്കര എൻ്റെ ക്ലോസ് ഫ്രണ്ട്സാണ് ഇവരൊക്കെ. അപ്പം ഇവരുടെ കൂടെയുള്ള യാത്രകൾ ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. അപ്പം ഞങ്ങൾ പറയുന്ന തമാശകൾ അതൊക്കെയാണ് ആ യാത്രേനെ ഭംഗിയാക്കുന്നത്.
നമുക്കിപ്പോൾ എവിടെ പോകുമ്പോഴും ഞാൻ പറഞ്ഞില്ല, ഇപ്പം എൻ്റെ സീനിയർ, ഞങ്ങളൊരു ഫാമിലി പോലെയാണെന്ന്. ഞങ്ങൾ ഒരുമിച്ചുള്ള യാത്രകളിലൂടെയാണ് ഞാൻ ലോകം കണ്ടു തുടങ്ങിയത്. ഞാൻ അതുവരെയും ഒരു കോഴിക്കോട്ടുകാരിയാണ്, ടിപ്പിക്കൽ കോഴിക്കോട്ടുകാരിയാണ്. എനിക്കൊന്നും അറിഞ്ഞുകൂടാ, എനിക്ക് മനുഷ്യന്മാരെ മനസ്സിലാവില്ല, എന്നോട് ആരെന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കും. പിന്നെ ഈ മനുഷ്യന്മാരെ കണ്ടു തുടങ്ങി, ആൾക്കാരെ കണ്ടു തുടങ്ങി, ഇവരിങ്ങനെയൊക്കെയാണ്. ബാഡ് മൊമെൻറ്റ്സ് വന്നു ലൈഫിൽ, ആൾക്കാർ നമ്മളോട് മോശമായിട്ട് പെരുമാറാം, നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഇത് സൂക്ഷിക്കണം, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങി. പക്ഷേ എൻ്റെ ഇപ്പം ഞാൻ അബ്രോഡൊക്കെ പോയിട്ടുണ്ട്, മീൻസ് ഞാൻ ഫോറിൻ ട്രിപ്സൊക്കെ കുറേ ട്രാവൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ ഫേവറേറ്റ്, ഞങ്ങൾ ഓഫീസിൽ നിന്ന് ട്രിവാൻഡ്രം പോയതും അവിടെ ഒരു മുബാരക് എന്ന് പറഞ്ഞ ഹോട്ടലിൽ പോയിട്ട് ഞങ്ങൾ ചോറും മീനൊക്കെ തിന്നും. അപ്പോൾ സാറ് കൊണ്ടുപോയി മേടിച്ചു തരാണല്ലോ. ഇപ്പം ഞാൻ എത്ര ലക്ഷം സമ്പാദിച്ചാലും എനിക്ക് അന്ന് സാറ് ബിരിയാണി മേടിച്ചിരുന്നു പറയുമ്പോഴൊരു സന്തോഷം ഉണ്ടല്ലോ, അല്ലെങ്കിൽ വിപിൻ്റെ കൂടെ പോയി ചായ കുടിക്കുന്നു പറയുമ്പോൾ ഒരു സന്തോഷം, അതിനെ മീറ്റ് ചെയ്യാൻ പറ്റില്ല. ആ യാത്രകളുടെ ഭംഗി, ആ ഭംഗി ഇനി എത്ര ഞാൻ ട്രാവൽ ചെയ്താലും എനിക്കറിയാം ആ മൊമെന്റ്സിൽ ഞാൻ എന്നെ ഡിസ്കവർ ചെയ്തുകൊണ്ടിരുന്ന മൊമെന്റ്സ് ആണ്. ഞാൻ ഇതൊക്കെയാണ് എനിക്കിഷ്ടം എന്ന് ഞാൻ മനസ്സിലാക്കി ഞാൻ ഡിക്ലെയർ ചെയ്യുന്ന മൊമെന്റ്സ് ആണ്. സോ അങ്ങനെയാണ് എൻ്റെ ട്രാവലിംഗ് തുടങ്ങിയത്. ട്രാവലിംഗ് ആസ് എ കരിയറും ഞാൻ ഇടയ്ക്ക് ചെയ്തു. അതെ, അത് ചെയ്തു. അത് പക്ഷേ ഞാൻ ഇഷ്ടം കൊണ്ട് മാത്രം ചെയ്യുന്ന. ദെൻ അപ്പൂപ്പൻതാടി കേം. അത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ, അപ്പൂപ്പൻതാടിയിൽ ട്രാവൽ ചെയ്യുക, അപ്പൂപ്പൻതാടി ഒരു യുണീക്ക് കോൺസെപ്റ്റ് ആയിരുന്നു സജനയുടെ. ലേഡീസ് ട്രാവലിംഗ് എന്ന് പറയുന്ന ഒരു ഐഡിയ. അപ്പോൾ വീട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ആമ്പിള്ളേരുടെ കൂടെ പോകാൻ പറ്റില്ല. ആമ്പിള്ളേരുള്ള ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാരുടെ വിചാരം ഓവർനൈറ്റ് സ്റ്റേ ചെയ്യാൻ പാടില്ല. ഈ രാത്രി നമ്മളൊരു സ്ഥലത്ത് പോയി ചെയ്യുന്നതൊക്കെ നമുക്ക് പകൽ ചെയ്യാൻ പറ്റുന്ന ഇവർക്ക് മനസ്സിലാവില്ല എന്ന് ഞാൻ ആലോചിക്കും. എല്ലാ പാരൻസിൻ്റെയും കൺസേൺ ഓവർനൈറ്റ് നിങ്ങൾ എവിടെ സ്റ്റേ ചെയ്യാൻ പറ്റില്ല. ശരിക്കും തന്നെ അവർക്ക് അറിയില്ലേ രാത്രി നമ്മൾ എന്ത് ചെയ്യുന്ന അവർ എക്സ്പെക്ട് ചെയ്യുന്നത്, നമുക്ക് വേണമെങ്കിൽ പകലും ചെയ്യുന്നത്, അങ്ങനെ ടൈമൊന്നും ഇല്ല എന്നുള്ളത്. പക്ഷെ അവർക്ക് ഭയങ്കര കൺസേൺ ആണ്, രാത്രി സ്റ്റേ ചെയ്യാൻ പറ്റില്ല, ആമ്പിള്ളേർ ഇടാൻ പറ്റില്ല. ഇനി അഥവാ ആമ്പിള്ളേരുള്ള ട്രിപ്പാണെങ്കിൽ വിപിൻ വേണം, പ്രവീൺ സാർ ഉണ്ടോ, വിപിൻ ഉണ്ടോ, ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടേ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വിടുള്ളൂ. അപ്പോൾ ഓഫീസ് ട്രിപ്പുകൾ നടക്കും, അല്ലാതെ ഒന്നും നടക്കില്ല. അപ്പോഴാണ് നമ്മൾ ഈ അപ്പൂപ്പൻതാടി പറഞ്ഞിട്ട് സ്ത്രീകൾ മാത്രമേ ഉള്ളൂ, വർക്ക് ചെയ്യുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ, ഭയങ്കര സംഭവമുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ട് പാനിയേലി പോരും എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന ഒരു 1 ഡേ ട്രിപ്പായിരുന്നു. പക്ഷേ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ഒരുപാട് പെണ്ണുങ്ങളെ ഞാൻ ശരിക്കും സജനയോട് ആ കാര്യത്തിൽ ഗ്രേറ്റ്ഫുള്ളാണ്. കാരണം സജനയ്ക്ക് ആ ട്രാവലിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് സജന അവസാനം തുടങ്ങിയത്. പക്ഷെ അത് ഞങ്ങളെപ്പോലെ കുറേ സ്ത്രീകൾക്ക്, ഞാൻ ആ കൂട്ടത്തിൽ ചെറുതായിരുന്നു, ദിസ് ഹാപ്പൻഡ് ഇൻ 2017. അപ്പം ഞാൻ കാണുന്നതെല്ലാം 30+ ഉള്ള അല്ലെങ്കിൽ സ്ത്രീകളാണ് കൂടുതലും. കാരണം അവരുടെ ഉള്ളിലാണ് ആ ട്രാവൽ ചെയ്യാനുള്ള ആഗ്രഹം അഡ്രസ്സ് ചെയ്യപ്പെടാതിരിക്കുന്നത്. ഇപ്പോൾ ഫാമിലി ആയിട്ട് ട്രിപ്പ് പോകുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരുപാട് കാര്യങ്ങൾ നോക്കണം. ഇത് അവർ ഫ്രീ ആണ്, അവർ ഒരാളുടെയും ടാബ്ലറ്റ് എടുക്കണ്ട, അവർ കുട്ടികളുടെ ഡയപ്പർ എടുക്കണ്ട, അവർ ഹസ്ബൻഡിന് ഇതേ കഴിക്കാൻ പറ്റുള്ളൂ എന്ന് റിമൈൻഡ് ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട. അവർ ഭയങ്കര ഹാപ്പിയാണ്. നമ്മളുടെ ലോകമാണ്, നമ്മൾ ആരും കൺട്രോൾ ചെയ്യാനില്ല. അതിൻ്റെ ഒരു ഭംഗി വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഈ ക്യൂട്ട്നെസ് ഓവർലോഡ് നമ്മൾ കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണ ഒരുത്തനും പിടിക്കാനില്ല, അത് നമ്മൾ വീണില്ല, നമ്മൾ ശ്രദ്ധിച്ച് നടക്കും. നമ്മൾ ഒരാളെയും എന്താ പറയുക ഡിപ്പെൻഡ് ചെയ്യില്ല, നമ്മൾ ഭയങ്കര രസമായിട്ട് നമ്മൾ നടക്കും. പിന്നെ നമ്മൾ എത്ര കേപ്പബിൾ ആണെന്ന് നമ്മൾ അറിയുന്ന അപ്പോഴാണ്. അതുവരയ്ക്കും ഇപ്പോഴും ഞാനല്ല ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ എൻ്റെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ ബോയ് ഫ്രണ്ടോ അങ്ങനെ ആരെങ്കിലും ആണ് ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അവരുടെ കൂടെ ഒരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ നമ്മളൊന്നും ശ്രദ്ധിക്കില്ല. ശരിക്കും നമ്മൾ പാസഞ്ചർ പ്രിൻസസ് മോഡിലോട്ട് പോകും, നമ്മളൊന്നും ശ്രദ്ധിക്കില്ല. പക്ഷേ അപ്പൂപ്പൻതാടിയോ അല്ലെങ്കിൽ സ്ത്രീകളായിട്ടൊരു ട്രാവൽ പോകുമ്പോൾ നമ്മൾ ആ റെസ്പോൺസിബിലിറ്റീസ് മൊത്തം എടുക്കും. നമ്മളിത് പഠിക്കും, ഓക്കെ നമ്മളെ നോക്കാൻ ഒരു തെണ്ടിയില്ല, നമ്മൾ നോക്കണം എന്നുള്ള സാധനം. അപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കും, നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കും. ശരിക്കും നമ്മൾ ഇത്രയും കേപ്പബിൾ ആണെന്ന് മനസ്സിലാവും. അങ്ങനെ അപ്പൂപ്പൻതാടിയിൽ പിന്നീട് ബഡ്ഡിയായി പോകാൻ തുടങ്ങി. അത് പാനിയേലി പോരിന് ശേഷം ഞാൻ വീട്ടിൽ പറഞ്ഞു ഞാൻ ഒരു ട്രാവലറാണ് എന്ന് ഞാൻ വീട്ടിൽ ഡിക്ലെയർ ചെയ്തു. അപ്പം എൻ്റെ ഉമ്മ പറഞ്ഞു കൈയും കാലും ഞാൻ തല്ലി മുറിച്ച് വീട്ടിനകത്തോടും എവിടെയും പോകില്ല എന്നൊക്കെ പറഞ്ഞു. പറഞ്ഞില്ല, ഞാൻ എൻ്റെ സത്വം കണ്ടെത്തി. അവൻ പറഞ്ഞ പങ്ക് വക്കീൽ പണി എടുക്കണ്ടേ. ആക്ച്വലി വക്കീൽ പണി എനിക്ക് ട്രാവലിങ്ങിനേക്കാൾ ഇഷ്ടമുള്ള സാധനമാണ് വക്കീൽ പണി. അപ്പം ഞാൻ ഫുൾ കൺഫ്യൂസ്ഡ് ആണ്, അതാണോ ഇതാണോ. പക്ഷെ എനിക്ക് ട്രാവൽ ചെയ്യണം. അപ്പം ഞങ്ങൾക്കുള്ളൊരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഹൈക്കോർട്ടിനും കോടതിയിൽ വക്കീലന്മാർക്ക് സ്കൂൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ഗുണമുള്ള ആൾക്കാർ വക്കീലന്മാർ. ഞങ്ങൾക്ക് കോർട്ട് വെക്കേഷൻ ഉണ്ട്, ഒരു 1.5 മാസം കോടതി അടയ്ക്കും. അപ്പം നമുക്ക് ട്രാവൽ ചെയ്യാനുള്ള ഒരു പീരീഡ് ആണത്. ഏപ്രിൽ മെയ് എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് വെക്കേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്, ഈ വെക്കേഷനായി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ സമയത്ത് ട്രാവൽ ചെയ്യും. അപ്പോൾ ഞാൻ വീട്ടിലിങ്ങനെ പറഞ്ഞു എനിക്ക് ഹംപി പോകണം. ഹംപി ഒരു 3 days ട്രിപ്പായിരുന്നു. അപ്പോൾ ഹംപി പോകണം എന്ന് പറഞ്ഞപ്പോൾ വീട്ടുകാർ സമ്മതിക്കില്ല. അതൊരു അവിടെ 3 days ആണെങ്കിലും അവിടെ 2 days ആണെന്ന് തോന്നുന്നു. പക്ഷേ നമ്മൾ ട്രാവൽ ചെയ്യണം, ട്രെയിനിൽ പോകണം, ഒരു സ്ഥലത്ത് ഇറങ്ങണം, അങ്ങോട്ട് പോകണം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ട്രെയിനിൽ കയറി ഒരു സ്ഥലത്ത് പോകുന്നു. വീട്ടിൽ വട്ടം ഉടക്കി. പക്ഷെ ഞാൻ ഇല്ലെങ്കിൽ അവർക്ക് മനസ്സിലായി, ഞാൻ ഇല്ലെങ്കിലും ഞാൻ പോവും എന്നുള്ളൊരു സാധനം അവർക്ക് മനസ്സിലായപ്പോൾ പിന്നെ ഉമ്മ പറഞ്ഞ ആ പൊക്കോ. ഉപ്പ ഈസ് കൈൻഡ് ഓഫ് ഓക്കെ ആണ്, ഉപ്പ ചില്ലാണ്, ഉപ്പ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, ഉപ്പ ഒരു യാഥാസ്ഥിതികനല്ല. അപ്പോൾ പോയി. അതിൽ ഞാൻ ട്രെയിനിൽ എനിക്ക് പേടിയൊക്കെ ഉണ്ടായിരുന്നു, ലൈക്ക് ട്രെയിനിൽ ഒറ്റയ്ക്ക് പോവുക അങ്ങനത്തെ സാധനമൊക്കെ.
പക്ഷേ ആ ട്രാവലിൽ ഞാൻ റിയലൈസ് ചെയ്തു അതിൽ പൗർണമി എന്ന് പറഞ്ഞ് ഹംപിയിലാണ് അപ്പൊ നിങ്ങൾക്ക് മറ്റേ പോയിന്റ് അതെ ജോയിനിങ് പോയിന്റ് എന്ന് പറയുന്നത് ഹംപിയാണ്. ഹംപി വരയ്ക്കും നമ്മൾ ഒറ്റയ്ക്ക് അപ്പനാപ്പനാണ്, നമ്മൾ പോയി അവിടെ എത്തണം. അപ്പം എന്നൊക്കെ കിഡ്നാപ്പ് ചെയ്യാനൊക്കെ എളുപ്പമാണ്, എന്നെ ആരെങ്കിലും ഞാൻ അവരുടെ കൂടെ പോകും, എൻ്റെ വീട്ടുകാർക്ക് അറിയാം. അപ്പോൾ പിന്നെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെയുള്ള കോൺഫിഡൻസ് പറഞ്ഞാൽ ആര് കൊണ്ടായാലും തിരിച്ച് ആ ഒരു ഗ്യാരണ്ടി ഉണ്ട്, തിരിച്ച് 2 മണിക്കൂറിൽ തിരിച്ചെത്തിക്കും എന്നുള്ള സാധനം നീ ഇവിടെ നോക്കാൻ പറ്റില്ല എന്ന് അവർക്ക് അറിയാം. സോ അപ്പം ഞാൻ മാനേജ് ചെയ്യും എന്നുള്ളൊരു കോൺഫിഡൻസിലാണ് ഞാൻ പോയതെങ്കിലും വണ്ടി കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് ആ കോൺഫിഡൻസ് ഇല്ല. എനിക്ക് പുറത്ത് ഭയങ്കര ഡയലോഗ് ആണെങ്കിലും ഇപ്പം എൻ്റെ അടുത്ത് ഒരാൾ കാര്യമായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ഞാൻ ഓക്കെ ഞാൻ സമ്മതിച്ചു കൊടുക്കും, ഏട്ടായി പറയുന്നതാണ് കറക്റ്റ്, ഞാൻ സമ്മതിച്ചു കൊടുക്കും അവിടെ. അപ്പോൾ അവിടുന്ന് ഹംപി വരെ എത്തി. ഇത് വെച്ചാണോ വാദിക്കാൻ പോകുന്നത്? നോ, അത് വേറെ ആള്, അത് വന്ന് വേറെ ആള്. അപ്പം അയ്യോ ഇതിലിപ്പോ ഇത് ഹംപി യാത്ര പൗർണമീനെ കണ്ടു. പൗർണമീനെ കണ്ടപ്പോൾ എൻ്റെ ലൈഫിൽ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഞാൻ ആദ്യം അഹങ്കാരിയായിട്ട് വിചാരിച്ച ആൾക്കാരായിരിക്കും. പൗർണമി ഞാനും ഇപ്പം ഭയങ്കര ക്ലോസ് ആണ്. പക്ഷെ അന്ന് പൗർണമിയാണ് ബഡ്ഡി. പൗർണമിനെ കണ്ടപ്പോഴേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നാശം, ഇവളുടെ കൂടെയാണല്ലോ 2 ദിവസം, ഈ എക്സ്പ്രഷനാണ് എനിക്ക്. പൗർണമി എന്നെ മൊത്തത്തിലൊന്ന് നോക്കി, ഞാൻ പൗർണമിനെയും മൊത്തത്തിലൊന്ന് നോക്കി. അത് കഴിഞ്ഞ് കുറേ പെണ്ണുങ്ങൾ, അപ്പോൾ അതിൽ നമ്മൾ മറ്റേ ഈ ചൂസ് ചെയ്യുന്ന പോലെ നമ്മൾ ആരുടെ കൂടെ റൂം കിട്ടും, ഇങ്ങനത്തെ കൺസേൺസ് ഒക്കെയാണ്. അപ്പം ഈ ആൾക്കാർ പെണ്ണുങ്ങൾ തമ്മിൽ സെറ്റ് ആവില്ല, പ്രശ്നം ഉണ്ടാവും, അങ്ങനത്തെ സാധനങ്ങളൊക്കെ പറയുന്ന സമയമാണല്ലോ. ഞാൻ ചോദിക്കാൻ വരായിരുന്നു, ഈ സ്ത്രീകളുടെ യാത്രയിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം വരും? ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ ഉണ്ടാവും, ഗ്രൂപ്പ് തിരിയും. ചെറിയ ഗ്രൂപ്പുകളാണെങ്കിൽ ഭയങ്കര ഇതായിരിക്കും, പക്ഷെ വലിയ ഗ്രൂപ്പ്സ് വരുമ്പോഴേക്കും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിപ്പെടില്ല. ഈ കുശുമ്പ് അസൂയ അങ്ങനത്തെ സാധനങ്ങളാണോ അതോ നമ്മളെല്ലാരും ആദ്യം ഇവള് ജാട ഓക്കെ റിജക്റ്റഡ്, ഇവള് ജാട ഓക്കെ റിജക്റ്റഡ്, വേറെ ഒരു സാധനവും ഇല്ല. നമ്മൾ ആൾക്കാരെ ജഡ്ജ് ചെയ്യണം ആദ്യം തന്നെ ഡയറക്റ്റ് പോയിട്ട്. ഇവളൊക്കെ കണ്ടാലും ഈ പറയുന്ന നമ്മൾ ജാട എന്ന് പറയുന്ന ആൾക്കാരില്ലേ, അവരായിട്ടായിരിക്കും നമ്മൾ ഭയങ്കര ഫ്രണ്ട്സ് ആവുക പിന്നെ ലൈഫിൽ. അപ്പം പൗർണമീനെ കണ്ടു, ഹംപി ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്തു. പുറത്ത് പോകുന്നൊരു ട്രിപ്പ് എന്നുള്ളൊരു ഇതിൽ ഭയങ്കര സന്തോഷത്തിൽ തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പിന്നെ എപ്പോൾ സമയം കിട്ടുന്നു, ഒരു സാറ്റർഡേ സൺഡേ സമയം ഉണ്ടെങ്കിൽ അപ്പൂപ്പന്താടിയുടെ പേജിൽ കയറി ഏത് ട്രിപ്പാണുള്ളത്, ഒരു 3000 രൂപ അടുപ്പിച്ച് അക്കൗണ്ട് വന്നു കഴിഞ്ഞാൽ ഓക്കെ സ്പെൻഡ് ചെയ്യാൻ സമയമായിരിക്കുന്നു എന്നുള്ള തോട്ട് വരും ഉള്ളിൽ. സാറിൽ എന്തെങ്കിലും സേവ് ചെയ്തിരുന്നെങ്കിൽ എവിടെയെങ്കിലും പോകണം, ഇത് തീർക്കണം, ഒന്നെങ്കിൽ തിന്ന് തീർക്കണം അല്ലെങ്കിൽ ട്രാവൽ ചെയ്ത് തീർക്കണം, ഇത്രയേ ഉള്ളൂ. അപ്പം ഞാൻ എപ്പോഴും, എൻ്റെ ഉമ്മ എപ്പോഴും പറയും, അതായത് എനിക്ക് ഒരു ചിലവില്ലാന്ന് ഞാൻ എപ്പോഴും പറയും, എനിക്കൊരു ചിലവില്ലല്ലോ. അപ്പം പറഞ്ഞു തിന്ന് തന്നെ പോരെ, അതാണല്ലോ അതിൻ്റെ മെയിൻ ചിലവ്. എനിക്കിപ്പോൾ എവിടെയെങ്കിലും പോകണമെന്ന് ഇപ്പോൾ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ 2 മിനിറ്റിൽ ഞാൻ ആദ്യം കാണുന്നത്, ഇങ്ങോട്ടേക്ക് വരാൻ നിൽക്കുമ്പോൾ ഞാൻ ആദ്യം കാണുന്ന ഡ്രസ്സ് ഇതാകുമ്പോൾ 2 തവണ ഇട്ടതാ, ഇത് ഇട്ടാൽ മതി. അപ്പം ഞാൻ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ ഞാൻ കുളിച്ചിട്ടില്ലല്ലോ, അതാണ് ഈ ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം. ഞാൻ തല കുളിച്ചില്ലല്ലോ, ഒരു ഇതിനല്ലേ പോകുന്നത്, എൻ്റെ മുടി എങ്ങനെയാണ്. നമ്മൾ ട്രാവൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളെ ലുക്സിനെ പറ്റി നമ്മൾ ഇതിനെപ്പറ്റി ഒക്കെ അൺകൺസേൺഡ് ആവും. കാരണം നമുക്കറിയാം ഇതിലൊന്നും ഒരു കാര്യമില്ല, നമ്മൾ റിയലൈസ് ചെയ്യും. ഇതൊക്കെ ട്രാവലിംഗ് നിന്ന് കിട്ടിയ ഗുണാട്ടോ. ഹംപിക്ക് ശേഷം അപ്പൂപ്പന്താടിയുടെ കൂടെ നിറയെ ട്രാവൽ ചെയ്തു. ലേഡീസ് ഓൺലി ആയിരുന്നു അപ്പൂപ്പന്താടി, അതുകൊണ്ട് വീട്ടിലും വലിയ സീനില്ല, ലേഡീസ് ഓൺലി അല്ലേ, പെൺപിള്ളേരുടെ കൂടെ അല്ലേ. അങ്ങനെ അപ്പൂപ്പന്താടിയുടെ കൂടെ ഒരു മാൾഡീവ്സ് പോയി. ആ മാൾഡീവ്സിൽ പൗർണമി ആയിരുന്നു ബഡ്ഡി. അപ്പോഴാണ് പൗർണമി എന്നെ ഫുൾ ജഡ്ജ് ചെയ്തിട്ട് സജിനയ്ക്ക് റിപ്പോർട്ട് കൊടുക്കുന്നത്, ഓവർ ഷാനിബ കൊള്ളാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ സജിൻ എന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു അടുത്തതിൽ ബഡ്ഡി ആയിട്ട് പോകാൻ പറ്റുമോ, കാരണം പൗർണമിക്കും അടുത്തുണ്ടാവും, ഒരേ സ്ഥലത്ത് തന്നെ ഇത്രയും തവണ പോവല്ലേ. അപ്പോൾ ഞാൻ ചാടിക്കറി സമ്മതിച്ചു, കാരണം നമുക്ക് കാശ് കിട്ടുന്നു, പിന്നെ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും, പിന്നെ ഫുൾ ഫ്രീ, അതാണ് മെയിൻ അക്കോമഡേഷൻ, ഫുൾ ഫ്രീ, സന്തോഷത്തിൽ പോയി. പക്ഷേ അവിടെ എത്തി ആ മണലാരണ്യത്തിൽ നിന്ന് ഞാൻ കരഞ്ഞുകൊണ്ട് സജിനെ വിളിച്ചു, ഈ പെണ്ണുങ്ങളൊന്നും എന്നെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റൂല, നെഹി എന്ന് പറഞ്ഞാൽ നെഹി, കാരണം ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകും. ഞാൻ വിചാരിച്ചത് ഭയങ്കര രസമായിരിക്കും, ഞാൻ എല്ലാവരോടും പൗർണമി പറയുന്നവർ എല്ലാവരോടും അങ്ങോട്ട് പോകുമെന്ന് പറയും, ഞാൻ പറയുമ്പോൾ തന്നെ എല്ലാവരും അങ്ങോട്ട് പോകും. ഇതൊക്കെയാണ് എൻ്റെ മനസ്സിലിരിപ്പ്. ഒരാളും ഞാൻ പറഞ്ഞ കേൾക്കില്ല, ആർക്ക് എന്നെ പട്ടി വില, ഇതാണ് സ്കീം. അപ്പം ഞാൻ എല്ലാവരോടും കരഞ്ഞു പറയുന്ന പോലെ പറയും, എൻ്റെ ഫസ്റ്റ് ബഡ്ഡി ട്രിപ്പാണ്, നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ. അതിന് മുൻപ് ഞാനൊരു ട്രയൽ പോയായിരുന്നു, ഒരു ചെറിയ ട്രിപ്പ്, അതിലൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ കഴിവ് തെളിയിച്ചു, ഞാൻ സൂപ്പർ, ഷാനിമോൾ സൂപ്പർ എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ ഇവരുടെയും കൊണ്ടുപോകുന്നത്. പക്ഷേ ഇത് ആദ്യം കയറിയപ്പോൾ തന്നെ നമ്മൾ ഭയങ്കര ബഡ്ജറ്റിൽ നടത്തുന്നൊരു ട്രിപ്പായിരുന്നു. ആദ്യത്തെ ഇഷ്യൂ എന്ന് പറയുന്നത്, എനിക്ക് ബഡ്ഡി ആയിട്ട് വന്ന ഇഷ്യൂ ഒക്കെ കോമഡിയാണ്. ആദ്യത്തെ ഇഷ്യൂ എന്ന് പറയുന്നത്, ഞങ്ങൾ മാൾഡീവ്സിൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ അതിലൊക്കെ ചുറ്റും വെള്ളമുള്ള റിസോർട്ടായിരുന്നു. അപ്പോൾ പറയും ചുറ്റും വെള്ളമുള്ള റിസോർട്ടിന് ഒരു ദിവസം 1 ലക്ഷം രൂപ കൊടുക്കേണ്ടി വരും, നമ്മുടെ മൊത്തം ട്രിപ്പിന് നമ്മൾ 20,000 രൂപയാണ് മേടിക്കുന്നത്, അപ്പോൾ ഇത്രേ ഉണ്ടാവുള്ളൂ എന്ന് പറയാം. അപ്പം ഇതൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ലല്ലോ ഞങ്ങൾ ഇതെല്ലാം എക്സ്പെക്ട് ചെയ്തത്, എന്ത് ഫുഡ് ഇങ്ങനെ അങ്ങനെ നമ്മൾ എക്സ്പെക്ട് ചെയ്തത്. അപ്പോൾ ഞാൻ ഓരോന്നിനും സജിനെ വിളിച്ചിട്ട് അതെന്താ ചെയ്യേണ്ടത്, ഇതെന്താ ചെയ്യേണ്ടത്, സജിനെ വിചാരിക്കുന്നുണ്ടോ പുല്ല് ഇവളോടാണല്ലോ ഞാൻ പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് ഞാൻ സംഭവമായി മാനേജ്ഡ് ഇട്ടു. അതിനുശേഷം
പിന്നെ കുറേ ട്രാവൽസ് പോയി, ഐ മീൻ ബഡ്ഡി ആയിട്ട് തന്നെ പോയി. അപ്പോൾ എനിക്ക് ആ പൈസ എനിക്ക് സേവ് ചെയ്യാൻ പറ്റി അതിൽ. പക്ഷേ ഞാനൊരു എക്സ്പെൻസീവ് ചിക്കാണെന്ന് ഞാൻ റിയലൈസ് ചെയ്തു. സജിന് തരുന്നു എനിക്ക് തികയില്ല, ഞാൻ കൊണ്ടുവന്നു എനിക്ക് തികയില്ല, അതിലും കൂടുതൽ എനിക്ക് ചിലവാകും. എന്നിട്ട് ഞാൻ പിന്നെ കണക്കുണ്ടാക്കും, ഇരുന്ന് ഇതൊക്കെ സജിന് ഇതൊക്കെ കാണും പറയും, ഞാൻ ഇരുന്ന് കണക്കുണ്ടാക്കും. എൻ്റെ കയ്യിൽ നിന്ന് കുറേ കാശ് പോയിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് നഷ്ടം സജിനക്ക് ഇത്ര എനിക്ക് ഇത്ര എന്ന് പറഞ്ഞ് ഞാൻ അതിനെ ഡിവൈഡ് ചെയ്തിട്ട് നഷ്ടത്തിന് ഞാനങ്ങനെ ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഞാൻ പലപ്പോഴും ഞാൻ ഫുഡ് കഴിക്കില്ല, പക്ഷെ ഞാൻ വേറെ എന്താ ചെയ്തതെന്ന് എനിക്ക് ഓർമ്മ ഉണ്ടല്ലോ, കാശ് പോയിട്ടുണ്ടാവും. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഭക്ഷണം കഴിക്കാത്ത, എനിക്ക് പുറത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് നോൺ വെജ് സെറ്റാവില്ല. അപ്പോൾ ഞാൻ ഫ്രൂട്ട്സ് വെജിറ്റബിൾസും ഒക്കെ കഴിച്ച് മാനേജ് ചെയ്യും. അപ്പോൾ എനിക്ക് ഫുഡിന് വലിയ എക്സ്പെൻസ് ഉണ്ടാവില്ല, പക്ഷെ എൻ്റെ ഫുഡിൻ്റെ കണക്കിലാണ് എല്ലാം വരിക. എല്ലാ ഫുഡിലും മാത്രം തിന്നുന്നുണ്ടോ എന്ന് ആലോചിക്കുന്ന രീതിയിൽ ഞാൻ ഫുഡ് കഴിക്കും. കഴിഞ്ഞ ബഡ്ഡി ബീറ്റവർ സജിന പലരുടെയും ഫുഡ് ബില്ലൊക്കെ കാണും. അപ്പം ഞാൻ അറിയാത്ത ആരുടെ ഫുഡ് ബില്ല് അവർ ആരാണോ ഈ ശ്രദ്ധിക്കാതെ ഭക്ഷണം കഴിക്കുന്ന ആൾ, അത് നമ്മുടെ വേറെ പറ്റി നീ അതിന് പട്ടിണിയാണല്ലോ. അപ്പം സജിന ഉണ്ടല്ലേ, ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഹോട്ടലിൽ തരുമ്പോൾ അതിൻ്റെ ഇടയിൽ നിന്നുള്ള പഴം അടിച്ചു മാറ്റി എടുത്ത് മുകളിൽ കൊണ്ടുവച്ച് രാത്രി ഡിന്നർ പഴം. അതാണ് എൻ്റെ ലൈഫ് സ്റ്റൈൽ പുറത്ത് പോയി കഴിഞ്ഞാൽ. പക്ഷെ എനിക്ക് എവിടെയാ പൈസ പോകുന്നതെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ അതൊക്കെ എൻ്റെ എക്സ്പീരിയൻസ് ആണ്. അതിനുശേഷം ഞാൻ ഇപ്പോൾ എനിക്ക് ഫാമിലി കോർട്ടിലാണ് ഏറ്റവും കൂടുതൽ വർക്കുള്ളത്, ഹൈക്കോർട്ടിലും ഫാമിലി കോർട്ടിലുമാണ്. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് വേറൊരു ബിസിനസ് ഐഡിയ ആണ്. എനിക്ക് ഇഷ്ടംപോലെ കേസ് വരുന്നു, ഞാൻ ആൾക്കാരായിട്ട് കണക്റ്റഡ് ആവുന്നു. ഇതെല്ലാം എനിക്ക് ട്രാവലിംഗ് നിന്ന് കിട്ടിയതാ. ഈ പറഞ്ഞ പോലെ ഞാൻ ഒരുപാട് ആൾക്കാർ കണക്റ്റഡ്. ഞാനിപ്പോൾ 2 കൊല്ലം മുന്നേ ട്രിപ്പിൽ പോയ ഒരാൾ, എനിക്കൊരു ഫാമിലി ഇഷ്യൂ ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഒരു കസിൻ സിസ്റ്ററിന് ഇതുപോലെ ഡിവോഴ്സ് വേണം, ശനിവ് എത്ര ചാർജ് ചെയ്യും എന്ന് വെച്ച് വിളിക്കുമ്പോൾ എനിക്കതൊരു വർക്ക് ലീഡാണ്. അങ്ങനെയും എനിക്ക് അവിടെ നിന്ന് എല്ലാം കൊണ്ടും എനിക്കിഷ്ടമാണ്. ഒരുപാട് യാത്രകൾ ചെയ്യുന്നു. ഈ യാത്രകളിൽ നിന്ന് എന്തെങ്കിലും പാഠങ്ങൾ കിട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? പാഠങ്ങളേ ഉള്ളൂ. അതായത് പാഠങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ജനറലി പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴാണ് നമ്മൾ ഒരാളെ അടുത്തറിയുന്നത്. ഒരുമിച്ച് ട്രാവൽ ചെയ്യുമ്പോഴേ നമുക്കൊരാളെ മനസ്സിലാവുള്ളൂ. ഇപ്പോഴും നമ്മളുടെ ഇന്ത്യൻ പാരൻസ് ഒക്കെ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, കല്യാണം കഴിയുന്നവരെ നിങ്ങൾ സംസാരിക്കരുത്, കല്യാണം കഴിയുന്നവരെ നിങ്ങൾ കാണരുത്. നിങ്ങളിപ്പോൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യുമോ അതൊക്കെ നിങ്ങൾ കല്യാണത്തിന് മുന്നേ ചെയ്യണം, അപ്പോഴേ നിങ്ങൾക്ക് കമ്പാറ്റബിലിറ്റി അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ വക്കീലന്മാർക്ക് പണിയില്ലാതെ ആകുമായിരിക്കും, പക്ഷെ നിങ്ങൾ ഇതൊക്കെ ചെയ്യണം, അപ്പോഴേ നിങ്ങൾ ഇതിലുള്ള കമ്പാറ്റബിലിറ്റി അറിയുള്ളൂ. ഒരാളുടെ കൂടെ ട്രാവൽ ചെയ്യണം, അയാളുടെ കൂടെ ഭക്ഷണം കഴിക്കണം, അയാളോട് ഫിസിക്കൽ ഇൻറ്റിമസി ഉണ്ടാവണം. ഇതിൽ ഏതിലാണ് നിങ്ങൾക്ക് അയാളോട് പ്രശ്നം നിങ്ങൾക്ക് അറിഞ്ഞൂടാ. കൂടിപ്പോയി എന്ത് സംഭവിക്കും, നിങ്ങൾ തമ്മിൽ ശരിയാവില്ല, അടിച്ച് പിരിയും, അത്രയേ ഉള്ളൂ. അടിച്ച് പിരിയാനുള്ളവരാണെങ്കിൽ പിരിയണം, കഥം അവിടെ തീർന്നു. പക്ഷേ ആൾക്കാർക്ക് അത് അറിയില്ലല്ലോ. അപ്പം എനിക്ക് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന സമയത്ത് ഞാനും എൻ്റെ ട്രാവൽ ബോയ്ഫ്രണ്ട് ട്രാവൽ ചെയ്യുന്ന സമയത്താണ് ഞങ്ങൾ റിയലൈസ് ചെയ്യുന്നത്, ഇപ്പോൾ ഞങ്ങൾ തമ്മിൽ കമ്പാറ്റബിലിറ്റി ഇഷ്യൂസ് ഉണ്ട് എന്ന് ഞങ്ങൾ റിയലൈസ് ചെയ്യുന്നത് നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോഴാണ്. ചിലപ്പോൾ ഞാൻ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ ഞാൻ നേരം വൈകി എണീറ്റ് പതിയെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് എക്സ്പ്ലോർ ചെയ്യാന്നുള്ള ആളായിരിക്കും. 5 മണിക്ക് അലാം വെച്ച് എണീറ്റിട്ട് നമുക്ക് സ്ഥലം കാണാൻ പോകാമെന്ന് പറയുന്ന ഒരാളായിട്ട് ഞാൻ ചിലപ്പോൾ സെറ്റ് ആവില്ലായിരിക്കും. അങ്ങനെയുള്ള ഈ 2 ആൾക്കാർ തമ്മിൽ പക്ഷേ ഇതേ വൈബുള്ള വേറെ ആൾക്കാരുണ്ടാവുമായിരിക്കും. നമ്മളിപ്പോൾ ഫ്രണ്ട്സ് ആയിട്ട് പോകുമ്പോൾ നമ്മൾ റിയലൈസ് ചെയ്യും, ഈ വൈബുള്ള 3 ആൾക്കാർ അവർ രാവിലെ എണീറ്റ് ട്രക്കിങ്ങിന് പോകും, ബാക്കിയുള്ള 3 പേര് കിടന്ന് ഉറങ്ങും, വേറെ പരിപാടിക്ക് പോകും. അതാണ്. അപ്പം ഇവൻ കല്യാണം കഴിച്ചത് ഈ ട്രക്കിങ്ങിന് പോകാൻ ഇഷ്ടമുള്ളവളെയും മറ്റവൻ കല്യാണം കഴിച്ചത് ഉറങ്ങുന്നവളെ ആയിരിക്കും. അപ്പം ഇങ്ങനെ ഇവർ പോകാന്നുള്ളതാണ്. ഇപ്പം എല്ലാവർക്കും അത് നടക്കുന്നതുകൊണ്ട് എല്ലാവരും ഫ്രണ്ട്സ് ആയിട്ട് പോകാന്നുള്ളതാണ്. പക്ഷേ ഈ സാധനം നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ ഇവരുടെ കൂടെ ട്രാവൽ ചെയ്യണം. ഞാൻ പെമ്പിളരുടെ ആയാലും ഇപ്പോൾ സ്കൂളുകളൊക്കെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ, കോളേജുകളിലൊക്കെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ നിങ്ങൾ ട്രാവൽ ചെയ്യുക, അപ്പോഴേ നിങ്ങളത് അറിയുള്ളൂ. ഇപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ചില ആൾക്കാർ ഫുഡ് നമ്മളുടെ അടുത്ത് ഇമ്പോസ് ചെയ്യും. 2 പേര് 2 ഫുഡ് ഇഷ്ടപ്പെടുന്ന ഈസ് ഫൈൻ. അപ്പോൾ അവർ അതും ഇതും കഴിക്കണം, വേണമെങ്കിൽ ട്രൈ ചെയ്യണമെന്ന് ചോദിക്കുക. നീ ഇത് കഴിച്ചാൽ മതി, എനിക്കിതാണ് ഇഷ്ടം എന്ന് പറയുന്ന അങ്ങനത്തെ ക്യാരക്ടർ ഉള്ള ഒരാളാണോ എന്ന് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴേ അറിയുള്ളൂ. കണ്ടുപിടിച്ച കഥയാണോ പറയാം? അതെ. അപ്പോൾ എൻ്റെ ബോയ് ഫ്രണ്ടും ഞാനും തമ്മിൽ ഇപ്പം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് ഞങ്ങൾ തമ്മിൽ വഴക്കാം. ഇപ്പോൾ ഒരു സ്ഥലത്ത് വണ്ടി ഇന്ന സ്ഥലത്ത് ഞാൻ ഓടിക്കുന്നതിന് നീ ഇങ്ങനെയാണ് ഡ്രൈവ് ചെയ്യുന്നത്, നീ ഇങ്ങനെ എന്ന് പറയുമ്പോൾ ഞാൻ പറയും, ഞാനല്ലേ വണ്ടി ഓടിക്കുന്നത്, താൻ എന്തിനാണ് ഈ സൈഡിൽ എന്ന് പറയുന്നത്, ഞാൻ അയാളെ കണ്ടു, ഞാൻ അയാളെ കണ്ടു, ഐ ഹാവ് ഐസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് പറയുമ്പോൾ നീ കണ്ടില്ലായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ നീ ഇടിക്കായിരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ എത്ര വരെ ഇതുവരെ ഇടിച്ച് കൊന്നിട്ടുണ്ട് എന്നുള്ള സ്കീമാണ്. ഞാൻ അതുവരെ വണ്ടി ഇടിക്കാത്ത ആളാണ്. ഇന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് വണ്ടി ഒരാളെ ഇടിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ തമ്മിൽ വാക്കിന് ഇപ്പം ഒരു ഭിക്ഷക്കാരൻ വന്ന് ഭിക്ഷ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പൈസ കൊടുക്കില്ല എന്ന് പറയുന്നതിന് എനിക്കൊരു റീസണുണ്ട്. പക്ഷെ അയാൾ നമ്മൾ ക്രൂവലാണെന്ന് അവിടെ വിചാരിക്കുന്നുണ്ടെങ്കിൽ 2 ഐഡിയോളജിയാണ്, അത് രണ്ടും തമ്മിൽ അടിയാണ്. ജാതകം നോക്കിയിട്ട് 10ൽ 10 പൊരുത്തം എന്ന് പറയുമ്പോൾ ഈ ആൾക്കാർ ഇവിടെ കിടന്ന് ഈ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണത്തിന്, മറ്റേതിന്, ഡ്രസ്സിന്, ഇത് നീ ഈ ഡ്രസ്സ് ഇടേണ്ട, നിനക്കിത് കൊള്ള. ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ഗോവയിൽ പോയിട്ട് നീ പർദ്ദ ഇടാൻ പാടുള്ളൂ, നീ മുസ്ലിം ആയിട്ട് നീ പർദ്ദ ഇടുമെന്ന് ഞാൻ വിചാരിച്ചു എന്ന് പറയുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ഗോവയിൽ പോയാലേ അറിയുള്ളൂ. ഗോവയിൽ പോകുമ്പോഴായിരിക്കും നമ്മൾ ചിലപ്പോൾ ഒരു സ്ലീവ്ലെസ് ഡ്രസ്സ് ഇടാന്നോ അങ്ങനെ എന്തെങ്കിലും വിചാരിക്കുന്നത്. അതിന് നിങ്ങൾ ആ സ്ഥലത്ത് പോകാൻ പ്ലാൻ ചെയ്യുമ്പോഴേ നിങ്ങൾ അറിയുള്ളൂ ഇയാൾ എന്താണ് ആക്ച്വലി
ആക്ച്വലി ഒരു മനുഷ്യന് അഭിനയിക്കാൻ പറ്റുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. കുറച്ച് സമയം കഴിയുമ്പോൾ അവരുടെ നേച്ചർ പുറത്തു വരും. അത് ട്രാവലിലാണ് പുറത്തു വരിക. എന്നിട്ട് എന്താ പറയാ, ആ ഒരു ഇൻസിഡന്റിൽ വി റിയലൈസ്ഡ് ഞങ്ങൾ കമ്പാറ്റബിൾ അല്ല. അന്ന് ട്രാവൽ ചെയ്തില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഇത് ഒരിക്കലും അറിയില്ല. ഞങ്ങൾ കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ആയിട്ട് വി വിൽ റിയലൈസ്, അതായത് ഞങ്ങൾ തമ്മിൽ ചേരില്ല എന്ന്. പിന്നെ ഇത് വേറെ ആരും ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ തമ്മിൽ ചേരില്ല എന്ന്. പിന്നെയും ഞങ്ങൾ കുറച്ചൊക്കെ ഇങ്ങനെ കൊണ്ടുപോകാൻ നോക്കി. അങ്ങനെ കൊണ്ടുപോകാൻ നോക്കി നമ്മൾക്കത് ചേരും നോക്കുമ്പോൾ നമ്മൾ വീണ്ടും എന്താ ചെയ്യുക, നമുക്ക് ഹോളിഡേ പോവാം. അപ്പോൾ വീണ്ടും മനസ്സിലാവും, ഓക്കേടാ നിന്നെ കൊണ്ടും പറ്റില്ല, എന്നെ കൊണ്ടും പറ്റില്ല, ഇത് ഇത്രേ നടക്കുള്ളൂ. അങ്ങനെയാണ് ഞങ്ങൾ പിരിയുന്നത്. സോ ഇത് ഈ ട്രാവൽ കൊണ്ടുള്ള ഗുണപാഠം പറയുന്നത്, ട്രാവൽ ചെയ്യാതെ നിങ്ങൾ ഒരാളെയും ചൂസ് ചെയ്യരുത്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഇവിടുന്ന് നമ്മൾ വെക്കേഷൻ എന്ന് പറഞ്ഞാൽ 10 ദിവസം നോർത്തിലോട്ട് പോകുന്ന നല്ലൊരു ട്രാവൽ. ഒരു റോഡ് ട്രിപ്പ് പോകുമ്പോൾ നിർത്ത് ചായ കുടിക്കാമെന്ന് പറയുമ്പോൾ അയ്യോ ചായക്ക് എനിക്ക് മൂഡില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് റെഡ് ഫ്ലാഗ് അതാണ്. ചിലപ്പോൾ ഇയാൾക്ക് ഇതായിരിക്കും വേണ്ടത്, നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്ന ആളാണോ എന്നുള്ളതാണ് അറിയേണ്ടത്. എനിക്ക് ചായ ഇഷ്ടമല്ലായിരിക്കും, പക്ഷെ അയാൾക്ക് നിർത്തി ചായ കുടിക്കണം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ കുടിച്ചില്ലെങ്കിൽ ഞാൻ അയാളുടെ കൂടെ പോകണം എന്നുള്ളത് ബേസിക് ആണ്. അങ്ങനെയൊന്നും ഇല്ലാത്ത ആളാണെന്നുള്ളത് നമുക്ക് ട്രാവലിൽ അറിയാൻ പറ്റുള്ളൂ. അതാണ് എൻ്റെ ഗുണപാഠം. പിന്നെ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഇവിടെ വന്നതിന് ശേഷം, അതായത് ഞാൻ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ, എൻ്റെ സ്കൂൾ എന്ന് പറയുന്നത് വീടിൻ്റെ തൊട്ടടുത്ത്, അതുകൊണ്ടാണല്ലോ ഈ കഞ്ഞി മേടിക്കാൻ വേണ്ടി ഞാൻ നടന്നു പോയത്. സ്കൂൾ എന്ന് പറയുന്നത് വീടിൻ്റെ തൊട്ടടുത്ത ഒരു 100 മീറ്റേഴ്സ് അത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ബസ്സിൽ പോകുക എന്നുള്ളതാണ്. കോളേജിലോട്ടായാലും സ്കൂളിലോട്ടായാലും ബസ്സിൽ പോകുക എന്നുള്ളതാണ്. ആ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് ഞാൻ LLB എൻട്രൻസ് എഴുതി വെയിറ്റ് ചെയ്യുക. എൻട്രൻസ് കിട്ടുമെന്ന് അറിയില്ലല്ലോ. അപ്പം ഞാൻ ഗുരുവായൂരപ്പൻ കോളേജ് എന്ന് പറഞ്ഞ് പൊക്കുന്നു. അത് ഭയങ്കര സീനറി ഉള്ള കോളേജാണ്. കോഴിക്കോട് 100 ഏക്കേഴ്സിലുള്ള കോളേജാണ്. അവിടെ ജോയിൻ ചെയ്തു കഴിഞ്ഞപ്പം അവിടെ ഒരു മലയാണ്, കോഴിക്കോട് ഏറ്റവും ഹൈറ്റുള്ള സ്ഥലമാണ് പൊക്കുന്നത്. അപ്പോൾ കോളേജിൽ നിന്ന് നോക്കിയാൽ നമുക്ക് ദൂരെ കടൽ കാണാം. അതൊക്കെ പറയുമ്പോൾ എല്ലാവരും തള്ളാന്ന് പറയും. പക്ഷേ ഇത് കാണുന്ന ഓരോ ZGCനും ഇവിടെ കിടന്നത് പറയും. ഞാൻ 3 മാസമേ ആ കോളേജിൽ പഠിച്ചുള്ളൂ. അപ്പോൾ ആ കോളേജിൽ എൻ്റെ ഫ്രണ്ടിന്, എനിക്ക് ആ കോളേജിനെ പറ്റി അറിയില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ടിന് അവിടെ തന്നെ ജോയിൻ ചെയ്യണം. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഞാനും ജോയിൻ ചെയ്യും. അങ്ങനെ റിസൾട്ട് വന്നു. എന്നേക്കാൾ അവൾക്ക് മാർക്ക് കുറച്ച് കുറവായിരുന്നു. അപ്പോൾ അവൾക്ക് അവിടെ കിട്ടില്ല, എനിക്ക് അവിടെ കിട്ടി. ഞാൻ ചമ്മി. പക്ഷെ ഞാൻ അവിടെ പോയി ആ ഒരു സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ബസ്സിൽ പോണത്. അത് എൻ്റെ ട്രാവൽ മെമ്മറിയാണ്, ബസ്സിൽ പോകുന്നത്. അപ്പം എനിക്ക് കഴിവില്ല, ബസ്സിൽ പോകാനുള്ള കഴിവ് എനിക്കില്ല എന്ന് ഞാൻ റിയലൈസ് ചെയ്യുന്ന അപ്പോഴും. അതിന് മുൻപ് ഞാൻ ബസ്സിൽ കയറിയിട്ടുള്ള ഉമ്മയുടെ വീട്ടിൽ പോകുമ്പോൾ വെക്കേഷനാണ്. അത് ഉമ്മ കൈ പിടിച്ച് കയറ്റുന്നു, അടുത്തിരുത്തുന്നു, ഞാൻ ഉറങ്ങി വീണ ഉമ്മ തട്ടി മാറ്റുന്നു. ഇങ്ങനത്തെ ഒരു സിമ്പിൾ ഇതിലാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ബസ്സിൽ എനിക്ക് കയറാനോ ഇവരോട് ഇടിച്ചു നിൽക്കാനുള്ള കഴിവില്ല. സ്റ്റുഡൻസ് ബസ്സിൽ കയറുന്ന ഇടിച്ചിട്ടാണല്ലോ. പിന്നെ എല്ലാ തവണയും ഞാനും മറ്റേ കിളിയും മറ്റേ ടൈറ്റാനിക്കിൽ നിൽക്കുമ്പോൾ ഞങ്ങളാണ് ഏറ്റവും അവസാനം, വേറെ ആരും ഇല്ല അതിൽ ഇനി കയറാൻ. അങ്ങനെ അപ്പോഴാണ് ഇയാൾ എന്നെ യൂസ് ചെയ്യാണോ എന്നെനിക്കൊരു സംശയം വന്നത്. കാരണം എനിക്ക് കഴിവില്ലാത്തതുകൊണ്ട് എനിക്ക് ഒരിക്കലും മുന്നിൽ പോകാൻ പറ്റില്ല. പിന്നെ ഞാൻ എല്ലാം സഹിക്കും. ഞാൻ ഓക്കെ, ഇതാണ് എനിക്ക് ഇത്രയ്ക്കുള്ള കഴിവേ ഉള്ളൂ. നമ്മുടെ കഴിവനുസരിച്ചുള്ള ആഗ്രഹങ്ങളും മതിയല്ലോ. എനിക്ക് ഒരിക്കലും സീറ്റ് കിട്ടുന്നത് പോയിട്ട് എനിക്ക് അകത്ത് കയറാൻ പോലും പറ്റില്ല എന്ന് സ്റ്റെപ്പാണ് എൻ്റെ ലോകം. അപ്പം അങ്ങനെ ആ ട്രാവൽ സ്റ്റാർട്ട് ചെയ്യുന്നത്, പുറത്ത് ഇറങ്ങാൻ പോലും തുടങ്ങിയത് ഇങ്ങനെ കോളേജ് ആ ഒരു സമയമായപ്പോഴാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എവിടെ പോയാലും ഞാൻ ഇത്ര ട്രാവൽ ചെയ്യുന്നു എന്നെനിക്ക് എൻ്റെ വീട്ടുകാരെ കാണിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വീട്ടിൽ പോയിട്ട് കണ്ടോ ഞാൻ ഒറ്റയ്ക്ക് ഇവിടേക്ക് പോകും. അപ്പം അമ്മ പറയും, പണ്ട് ബസ്സിൽ കയറാൻ വേണ്ടി കിടന്ന് മൂക്കറൽ വെച്ച് കരഞ്ഞ കൊച്ചായി. ഇപ്പോൾ പറയുന്നു ഞാൻ എൻ്റെ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് വിളിക്കാം പറയുമ്പോൾ ഉമ്മയ്ക്ക് ഭയങ്കര പുച്ഛാണ് എന്നെ. യാത്രകളിൽ നിന്ന് കിട്ടിയ സൗഹൃദങ്ങൾ, സമ്പാദ്യം, ഫാമിലി യാത്രകളിൽ നിന്ന്, അതായത് ഞാൻ എപ്പോഴും പറയും, ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നിരുന്നെങ്കിൽ, എൻ്റെ സിസ്റ്റർ പൊതുവെ അധികം എവിടെയും പോകാത്ത ആളാണ്. അതായത് എല്ലാ വീട്ടിലും ഒരു നല്ല കുട്ടിയും ഒരു ചീത്ത കുട്ടിയും ഉണ്ടാവുമല്ലോ. എൻ്റെ വീട്ടിലെ ചീത്തക്കുട്ടി ഒബ്വിയസ്ലി ഞാനാണ്. എൻ്റെ വീട്ടിലെ നല്ല കുട്ടി എൻ്റെ അടുത്താണ്. കാരണം ഞാൻ LLB എടുക്കുമ്പോൾ അവളെടുത്തത് ടീച്ചിങ് ആണ്, അവൾ ചൂസ് ചെയ്തത്. അവൾ ടീച്ചറാണ്. എല്ലാ വീട്ടുകാരുടെ എല്ലാ ഇതിനും ഒത്ത നല്ല നല്ല മരുമകൾ, ആരെക്കൊണ്ടും ഒന്നും പറയിപ്പിക്കാത്ത, നടക്കുന്ന ശബ്ദം പുറത്ത് കേൾക്കാത്ത കുട്ടി. പക്ഷെ വീട്ടിലവൾ എന്താണെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ അവളെപ്പോലെ, ഞാൻ എപ്പോഴും അവളോട് പറയുന്നതാണ്, ഞാൻ ഇതിൽ ഒതുങ്ങിയിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ കണ്ടുപിടിക്കില്ലായിരുന്നു. എനിക്ക് എല്ലാവർക്കും ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് പണി കിട്ടിയിട്ടുണ്ടാവും. എനിക്ക് എന്നെ ആൾക്കാർ തേച്ചതിന് കൈയും കണക്കും ഇല്ല. എന്നെ എല്ലാവരും പറ്റിക്കും. ഞാൻ പിന്നെ യെസ് ഐ എം റെഡി, നെക്സ്റ്റ് അഡ്വഞ്ചറിന് ഞാൻ റെഡി എന്ന് പറഞ്ഞ് പോയി നിൽക്കും. പക്ഷേ എനിക്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ കിട്ടിയത് ട്രാവൽ നിന്നാണ്. അതായത് അപ്പുപ്പന്താടിയുടെ ഒരു കാശ്മീർ ട്രിപ്പിൽ ഞാൻ ബഡ്ഡി ആയിട്ട് പോയതാണ്. അപ്പം ആ കാശ്മീർ ട്രിപ്പിന് ശേഷം എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും എൻ്റെ ഒരു എന്താ പറയുക ഇതായിട്ട് വെക്കുന്നത് ആ ഒരു കാശ്മീർ ട്രിപ്പാണ്. കാരണം അതിൽ ഞാൻ ബഡ്ഡിയാണല്ലോ. അപ്പോൾ ആദ്യം തന്നെ ആൾക്കാർ വരുമ്പോൾ ഒക്കെ എൻ്റെ വകയൊരു ജഡ്ജ്മെൻറ്റ് ഉണ്ടാവും. ഇവരൊക്കെ പാവങ്ങൾ, ഇവരൊക്കെ കൊള്ളില്ലാത്ത ആൾക്കാർ, ആ സാധനം ഉണ്ടാവുമല്ലോ, ഇവരൊക്കെ സൂക്ഷിക്കണം. അപ്പോൾ ആ കാശ്മീർ ട്രിപ്പിൽ ആദ്യം നടക്കുന്ന ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് 4 മണിക്കാണ് വൈകുന്നേരം. അപ്പം ആദ്യം ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ലഞ്ച് എവിടെ? അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഈ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം 4 മണിയാണ് വൈകിട്ട്. അപ്പം നിങ്ങൾ ലഞ്ച് കഴിക്കണം. ലഞ്ചില്ലാത്ത ഹോട്ടലിലോട്ടാണോ ഞങ്ങളെ കൊണ്ടുവന്നത്? അപ്പം ഞാൻ പറഞ്ഞാൽ അപ്പുറത്തൊക്കെ കടകളുണ്ട്, നിങ്ങൾക്ക് പോയി കഴിക്കാം. അങ്ങനെ ഇവരോട് ഞാൻ വഴക്കിട്ട് എനർജി പോയി കഴിയുമ്പോഴാണ്
നിഷ എന്ന് പറഞ്ഞിട്ട് ട്രിപ്പിൽ ഒരു കൊച്ചു വന്നിട്ട് എന്താണ് ഞങ്ങളുടെ റൂം ഏതാ നിൽക്കുന്നു. അപ്പം ഞാൻ സെക്കൻഡ് എന്ന് പറഞ്ഞു. അപ്പം തന്നെ ഇവൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് ഇവളെ ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് അവളുടെ വർത്തമാനമേ ഇഷ്ടപ്പെട്ടില്ല. ഷീസ് നൗ മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഫസ്റ്റ് മീറ്റിംഗിൽ എല്ലാവരും എങ്ങനെയാണല്ലോ, എല്ലാവരും എങ്ങനെയാണ്. എനിക്ക് അവളെ ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ അവളുടെ ഭർത്താവ് ഭയങ്കര സ്വീറ്റ് പാവം. ഞാൻ ആ ചേട്ടനോട് ഭയങ്കരമായിട്ട് സംസാരിച്ചു. അവളെ മുഖത്തേക്കേ ഞാൻ നോക്കിയില്ല, അഹങ്കാരി പോ ജാ ആ സാധനമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ സെൽഫ് ഇൻട്രോ ഒക്കെ കഴിഞ്ഞു. സെൽഫ് ഇൻട്രോ കഴിഞ്ഞപ്പോൾ റൂം അലോക്കേറ്റ് ചെയ്ത് വന്നപ്പോൾ ദേവർ ഓപ്പോസിറ്റ് ടു മൈ റൂം. അപ്പം ഞങ്ങൾ ആ ഫ്ലോർ 4ാം നിലയായിരുന്നു. ഞങ്ങൾ ആ ഫ്ലോറിലുള്ള ആൾക്കാർ വളരെ കാഷ്വലായിട്ട് സംസാരിക്കുമല്ലോ. അപ്പം ഒരു ചേട്ടനും അനീഷ് എന്ന് പറഞ്ഞൊരു ചേട്ടൻ്റെ കൊച്ചുമായിരുന്നു വന്നത്. പുള്ളിക്കാരൻ്റെ ഒരു ഫ്രണ്ട് വന്നിരുന്നു, ചാർലി, ലാണി എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട് വന്നിരുന്നു. അപ്പം ലാണിയുടെ കൂടെ റൂം ഷെയർ ചെയ്യുന്ന ഗംഗ എന്ന് പറയുന്ന ഒരു കൊച്ചാണ്. അപ്പം ഞങ്ങൾ സ്വാഭാവികമായിട്ടും ഗംഗ എവിടെ എന്ന് വെച്ചു. അപ്പം ചാർലി പറഞ്ഞു ഗംഗ കുളിക്കുക. അപ്പം ഞങ്ങൾ പെട്ടെന്ന് അപ്പുറത്തെ റൂമിൽ അനീഷേട്ടനാണല്ലോ, അനീഷേട്ടൻ എവിടെ, അനീഷേട്ടൻ അവളെ കുളിപ്പിക്കുക. അപ്പം ഞാൻ അനീഷേട്ടൻ്റെ മോളെയാണ് കുളിപ്പിക്കുന്നത്, ഗംഗ അപ്പുറത്ത് ഗംഗയുടെ റൂമിലാണ് കുളിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ആ ഒരു തമാശയിൽ ഞങ്ങൾ എല്ലാവരും സംസാരിക്കാൻ തുടങ്ങി. ആൻഡ് പിന്നെ ഞങ്ങൾ ആ സംസാരം നിർത്തുന്നില്ല. ദെൻ ഐ റിയലൈസ്ഡ് നിഷയ്ക്കും എനിക്കും ഒരുപാട് കോമൺ ആയിട്ടുള്ള കാര്യമുണ്ട്. ഇപ്പം ഞങ്ങൾ രണ്ടുപേരും എവിടെയെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ വേണമെങ്കിലും സംസാരിക്കും. ഞങ്ങൾക്കൊരു ടോപ്പിക് ഒന്നും വേണ്ട, ഞങ്ങൾ എല്ലാവരോടും കമ്പനി ആവും, ഞങ്ങൾ സംസാരിക്കും. ദെൻ വി സ്റ്റാർട്ടഡ് ടോക്കിംഗ്. ദെൻ ഐ റിയലൈസ് ഷീ ഈസ് ഓൾസോ എ മുസ്ലിം. അപ്പം ഞങ്ങൾക്ക് കണക്ട് ചെയ്യാൻ കുറേ ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും തട്ടമിടാത്ത മുസ്ലിമാണ്. അപ്പം ഞാനിങ്ങനെ ലൈക്ക് അപ്പോൾ അവൾ ഒരു കാര്യം പറയട്ടെ, ഷാനി എൻ്റെ ഒറിജിനൽ പേര് നിഷ നിസാം എന്നാണ്, പക്ഷേ എനിക്ക് തെണ്ടിനെ കിട്ടുകൊണ്ട് എൻ്റെ പേര് നിഷാനി ഗിൽരാജ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കണക്റ്റായി ഭയങ്കരമായിട്ട്. ആൻഡ് യുനോ എല്ലാവർക്കും ചിലപ്പോൾ ലൈഫിൽ ഇങ്ങനെ ഒരു മെമ്മറി ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ സംസാരിച്ചിട്ട് ശബ്ദം പോകില്ലേ, പിറ്റേ ദിവസം ഞങ്ങളുടെ എല്ലാവരുടെയും വായിൽ ഞങ്ങൾ രാത്രി മൊത്തം ഉറങ്ങാതെ സംസാരിച്ചുകൊണ്ടിരിക്കുക, ഞങ്ങൾക്ക് കഥകൾ തീരുന്നില്ല. അപ്പം ഞങ്ങൾ ഇത്രയും ആമ്പിള്ളേർ, അതായത് നിഖിലേട്ടൻ്റെ ഭാര്യ നിഷ, ഞാൻ, അനീഷേട്ടൻ, ചാർലി, ഗംഗു, ഞങ്ങൾ ഇത്രയും പേര് ഞങ്ങൾ ഫുൾ ബെഡും ഇതെല്ലാം ആ റൂമിൽ കൊണ്ടുപോയി ഡംപ് ചെയ്തിട്ട് അവിടെ ഇരുന്ന് സംസാരിക്കുക. ആരും ഉറങ്ങുന്നില്ല. ഞാൻ ബഡ്ഡിയാണ്, ഞാനാണ് കോർഡിനേറ്റർ, ഇത്രയും പേരെ ഞാൻ നാളെ കോർഡിനേറ്റ് ചെയ്യണം. പക്ഷെ ഞാൻ മറന്നുപോയി അത്. എന്നിട്ട് അപ്പുറത്തുനിന്നൊക്കെ ബഹളം. കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്പുറത്തെ ഹോട്ടലിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് ഒരു മതിലിൻ്റെ അപ്പുറത്ത് ഒരു ഹോട്ടലാണ്, അവിടുന്ന് ഭയങ്കര ബഹളം. ഞങ്ങൾ ആരോ ചീത്ത പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ സമയം നോക്കി 4 മണിയാവും. ആരോ ചീത്ത പറയുന്നുണ്ട്, എന്തോ പ്രശ്നം നടക്കുന്നു. അപ്പോൾ ഞങ്ങളെ അവർ ചീത്ത പറയുന്നത്, അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഞങ്ങളുടെ ബഹളം കൊണ്ട്. ഈ ഹോട്ടൽ ഹേക്കാ ബ്രോത്തൽ ഹേ, അതാണ് അവർ പറയുന്ന ഡയലോഗ്. കാരണം മിക്സ്ഡ് സൗണ്ട് കേട്ടിട്ട് ആമ്പിള്ളേരുടെയും പെമ്പിള്ളേരുടെയും സൗണ്ട് കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ എനിക്കിതിൽ ഹോട്ടലും ബ്രോത്തലും മാത്രം, എനിക്ക് ഹിന്ദി കണക്ട് ചെയ്യാൻ അറിയില്ല. അപ്പോൾ ഞാൻ അവിടെ പോയി ഈ ഹോട്ടൽ ഹേക്കാ ബ്രോത്തൽ ഹേ, ഇതിൻ്റെ അർത്ഥം എന്താണ്, എല്ലാ സ്ഥലത്തും പോയിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ എന്നെ നിഖിലേട്ടൻ മാറ്റി തെറിയ തെറി, നീനത് മനസ്സിലാക്കണം. ആൻഡ് രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പോൾ ശബ്ദമില്ല. ആൾക്കാർ നോക്കുമ്പോൾ ഒരു 7 പേര് സംസാരിക്കുന്നത് ഇങ്ങനെ സംസാരിക്കുന്നത്, ഞങ്ങൾക്ക് ആർക്കും ശബ്ദമില്ല. ആൻഡ് ഇപ്പം ആലോചിക്കുമ്പോഴും അതെൻ്റെ ഫേവറേറ്റ് മെമ്മറിയാണ്. അതിനുശേഷം അതിനുശേഷം പിന്നെ ഞങ്ങൾ ഫ്രീക്വൻ്റ് കാണാൻ തുടങ്ങി. ഞങ്ങൾ ചെന്നൈക്ക്, ലാണി ഇവിടെ ചെന്നൈ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ പ്രൊഫസറാണ്. അവളുടെ ഹസ്ബൻഡ് അവിടെ പ്രൊഫസറാണ്. അപ്പം ഞങ്ങൾക്ക് അവളെ കാണണമെങ്കിൽ ഗംഗ SBI മാനേജറാണ്, മറ്റേ ഇവിടെ രാമനാട്ടുകാർ. അപ്പോൾ ഈ ഓരോരുത്തരും ഈ അവിടെയും ഇവിടെയൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. എന്നിട്ട് ഞങ്ങൾ ഒരാളെ കാണണമെങ്കിൽ അവർ ട്രിവാൻഡ്രത്തുനിന്ന്, നിഖിലേട്ടനും നിഷയും ട്രിവാൻഡ്രത്താണ്, അവരവിടുന്ന് വണ്ടി എടുത്ത് വന്ന് എന്നെ പിക്ക് ചെയ്ത്, അല്ലെങ്കിൽ എൻ്റെ കാറിൽ, അവരുടെ കാർ ഇവിടെ വെച്ച് എൻ്റെ കാറിൽ ഞങ്ങൾ കോഴിക്കോട് പോയി അവളെ കണ്ട്, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്നാൽ പിന്നെ നമുക്ക് ചെന്നൈ വരെ പോയാലോ, ആ സാധനം വരും. അങ്ങനെ വിൽ ഗോ ടു ചെന്നൈ, ഒറ്റ ട്രിപ്പ് അവിടെ വരെ എത്തും. ആൻഡ് ആ ബന്ധങ്ങൾ ഇപ്പോഴും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് നിഷയാണ്. അത് കഴിഞ്ഞ് എനിക്കൊരു ബ്രേക്കപ്പ് വന്നപ്പം, ഹാർട്ട് ബ്രേക്ക് വന്നപ്പം, ഞാൻ ഓൾമോസ്റ്റ് ഒരു മാസത്തോളം റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാതെ കരഞ്ഞ് മോങ്ങൽ എന്നൊക്കെ പറഞ്ഞാൽ പെറ്റത്തുള്ള സഹിക്കാത്ത മോങ്ങൽ, ആ ലെവൽ മോങ്ങൽ. ഇപ്പൊ തന്നെ എനിക്ക് എന്നെ പറ്റി ആലോചിക്കും, എനിക്ക് കാണാൻ പക്ഷേ എന്ന് തോന്നും. ആ ലെവൽ മോങ്ങൽ എല്ലാ സ്ഥലത്തും കണ്ടു. ഇതാണ് റേഞ്ച്. അതിനുശേഷം മറ്റേ ബംബിൾ ഇൻസ്റ്റാൾ ചെയ്യുന്നു, എല്ലാവരെയും സ്വൈപ്പ് ചെയ്യുന്നു. പക്ഷെ എനിക്ക് ആരെയും ഇഷ്ടമാവുന്നില്ല, അവനെ പോലെ ഇല്ല എന്ന് പറയുന്നു. അവൻ്റെ മുടിയില്ല, അതൊക്കെ കഴിഞ്ഞ് എൻ്റെ അടുത്ത് ഫ്രണ്ട്സ് വന്നിട്ട്, എടാ നീ ശരിക്കും ഇതാണവൻ, ഇത് നീ വിചാരിക്കുന്ന പോലെ അവനൊരു സുന്ദരനൊന്നും അല്ലാതെ ആൾക്കാരെന്നെ കൺവിൻസ് ചെയ്യാണ്. അപ്പോഴെനിക്ക് മനസ്സിലായത് ഓക്കെ ഇതെൻ്റെ മിസ്റ്റേക്കാണ്. അപ്പം നിഷ ടുക്ക് ദി എഫേർട്ട്. അവള് EYയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവൾക്ക് അവൾ അപ്പം IBMലായിരുന്നു. അത്രയും വർക്ക് പ്രഷറും, ഷീസ് ആൻ HR മാനേജർ, അത്രയും വർക്ക് പ്രഷറിൽ ഭർത്താവിനെയും അമ്മായിയമ്മനെയൊക്കെ അവിടെ ഉപേക്ഷിച്ചിട്ട് അവൾ ഇങ്ങോട്ടേക്ക് വരും. ഇങ്ങോട്ടേക്ക് വന്നിട്ട് എന്നെ ഇരുത്തി സമാധാനിപ്പിക്കും. അപ്പം ഞാൻ ഓൾമോസ്റ്റ് ഒറ്റയ്ക്കാണ്, കാരണം ഞാൻ ആ സമയത്താണ് ഒരു ഫ്ലാറ്റ് മേടിക്കുന്നതും. അപ്പം ഞാൻ അങ്ങോട്ടേക്ക് ഒറ്റയ്ക്ക് താമസം വരുന്ന, എൻ്റെ ഫ്രണ്ട്സൊക്കെ മാറിയിട്ട് ഞാൻ ഒറ്റയ്ക്ക് താമസം വരുന്നൊരു സമയമാണ്. അപ്പം ഞാൻ ഒറ്റയ്ക്കാണ്, ലിറ്ററലി ഒറ്റയ്ക്കാണ്. എനിക്ക് കരയാനൊക്കെ ഭയങ്കര സൗകര്യമായിരുന്നു, ഒരാളുടെയും ശല്യമില്ല. അപ്പം ഞാൻ ഒരു ദിവസം ഞാൻ പറഞ്ഞു ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകണം എന്നൊക്കെ അവളെ വിളിച്ച് ഭയങ്കര ഭീഷണി, കാരണം അവൾ വരണം. അപ്പം തന്നെ അവൾ ഓടി വരും. അപ്പം എനിക്ക് ആ ബന്ധം ഉണ്ടായത് എങ്ങനെയാണ്,
ആ യാത്രയിൽ നിന്നാണ്. ഇല്ലെങ്കിൽ എൻ്റെ ലൈഫിലെ നിഷയില്ല. നിഷയില്ലെങ്കിൽ എൻ്റെ ലൈഫിലെ ഞാൻ ഇപ്പം അനുഭവിച്ച സന്തോഷങ്ങൾ, എൻ്റെ വിഷമം ഷെയർ ചെയ്യുന്ന ഒരാൾ എന്ന് പറയുന്നത് നിഷ നിഗ്ലേട്ടൻ, രണ്ടുപേരും എനിക്ക് ഇമ്പോർട്ടൻ്റ്. അവരുടെ വീട് എൻ്റെ തറവാടാണ്. ഞാൻ അവിടെ കയറി കഴിഞ്ഞാൽ ഞാൻ അമ്മ ഔട്ട്, അച്ഛൻ ഔട്ട്, നിഷ ഔട്ട്, നിഗ്ലേട്ടൻ ഔട്ട്, ഇവിടെ എൻ്റെ സ്ഥലമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ വീട്ടിൽ ആ ഫ്രീഡം ഉണ്ട്. ഈ മനുഷ്യന്മാരെ ഞാൻ ഇത്രയും നല്ല, ഇപ്പം ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ആലോചിക്കില്ലേ ഇത്രയും നല്ല മനുഷ്യന്മാരുള്ള നമുക്ക് ജീവിക്കാൻ ഒരു പ്രതീക്ഷ വരില്ലേ. എനിക്ക് അതുപോലൊരു ഫാമിലിയാണ് അവരുടെ ഫാമിലി. ഇപ്പം നിഷ മുസ്ലിമാണ്, നിഗ്ലേട്ടൻ്റെ അമ്മ അവളെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് കല്യാണം, ഈ കുട്ടികൾ അല്ലെങ്കിൽ എന്താ ഇങ്ങനത്തെ സാധനത്തിലൊക്കെ ഉള്ള ഒരു വിശ്വാസം പോവില്ലേ. ഇവരെ കണ്ടില്ലായിരുന്നെങ്കിൽ എനിക്കിതിലൊന്നും വിശ്വാസം വരില്ലായിരുന്നു. നിഗ്ലേട്ടൻ്റെ അമ്മ നിഷേനെ ട്രീറ്റ് ചെയ്യുന്നത്, എന്നെ ട്രീറ്റ് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും അമ്മേനോട് പറയും, കണ്ട മുസ്ലിങ്ങളൊക്കെ എന്തിനാണ് നമ്മൾ വീട്ടിൽ കയറ്റുന്നത്. അപ്പം അമ്മ എൻ്റെ മുഖത്തോട്ട് വെക്കും, നീ തന്നെ, ഞാൻ ഇങ്ങനെ പറയും. അപ്പം ഞങ്ങൾ നിഷയുടെ അടുത്ത് എപ്പോഴും പറയുന്ന ഒരു തമാശയുണ്ട്. കല്യാണത്തിൻ്റെ പിറ്റേന്ന് നിഷ കുറച്ച് ഡാർക്ക് സ്കിന്നാണ്, നിഗ്ലേട്ടൻ ഭയങ്കര ഫെയർ ആണ്. കല്യാണത്തിൻ്റെ പിറ്റേന്ന് അവർ വീട്ടിൽ ഇഷ്യൂ ഒക്കെ ആയിട്ട് കല്യാണം കഴിച്ചത്. അപ്പം ഇത് പറഞ്ഞാൽ അവൾ എന്നെ കൊല്ലും. കല്യാണത്തിന് പിറ്റേന്ന് അവൾ അടിച്ചു കയറിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്ത് വീട്ടിൽ ജോലിക്ക് വരുന്ന ചേച്ചി കൊച്ചു എവിടുന്നാന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ വർക്കലയെന്നാ. ഈ വീട് മാത്രമേ ഉള്ളൂ, വേറെ വീടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾക്ക് മനസ്സിലാവുന്നില്ല, എന്താ ഈ വീട് മാത്രമേ ഉള്ളൂ, വേറെ വീടുണ്ടോ. ഇത് അമ്മ തമാശയായിട്ട് പറയുന്ന, അമ്മയ്ക്ക് ആ കൊച്ചിന് എന്ത് വിഷമമായിട്ടുണ്ടാവുന്ന അമ്മ ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് ടിപ്പിക്കൽ അമ്മായിയമ്മമാരെ പോലെ മകനേക്കാൾ ഡാർക്ക് സ്കിൻഡ് ആയിട്ടുള്ള മരുമകളാണെന്ന് പ്രശ്നമില്ല, അവൾ സ്വർണ്ണമൊന്നും ഇട്ടിട്ടില്ല എന്നുള്ളത് പ്രശ്നമില്ല. അവൾ അവിടെ നിന്ന് ഒരു നൈറ്റ് ഇട്ട് തൂത്തുകൊണ്ടിരിക്കുമ്പോൾ ഇവർ വന്നിട്ട് നീ വേറെ വീട്ടിൽ ജോലിക്ക് വരുമോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അത്രയും സിമ്പിളായിട്ടുള്ള മനുഷ്യന്മാരെ കാണുന്നു, സിമ്പിളായിട്ടുള്ള പ്രശ്നങ്ങൾ കേൾക്കുന്നു. അവരുടെ പ്രശ്നങ്ങളൊക്കെ വളരെ ലിമിറ്റഡ് ആണ്. ഇപ്പം ഞാൻ ഇത്ര ആലോചിച്ച് എൻ്റെ ബ്രേക്കപ്പ് അത് ഇതെന്നൊക്കെ പറഞ്ഞാൽ അവർ കോളേജിൽ നിന്ന് പ്രേമിച്ചു, അതേ ആളെ തന്നെ കല്യാണം കഴിച്ചു, അവർ സമാധാനമായിട്ട് ജീവിക്കുന്നു, അവർ ഭയങ്കര കമ്പാറ്റബിൾ ആണ്, അവർ ഭയങ്കര അടിപൊളിയാണ്, അവർക്കൊരു പ്രശ്നമില്ല. അവരുടെ നിഗ്ലേറ്റിൻ്റെ ടെൻഷൻ എന്ന് പറയുന്നത് ഷാനും വരുമ്പോൾ എനിക്ക് ബിരിയാണി ഉണ്ടാക്കി തരും. ഇതിനപ്പുറത്തോട്ട് നിഗ്ലേറ്റിൻ്റെ ലൈഫിൽ ഒരു ടെൻഷനോ ഒരു പ്രശ്നമോ ഒന്നുമില്ല. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ള മനുഷ്യന്മാർ എനിക്ക് എവിടെ നിന്നാണ് കിട്ടി? ഞാൻ ട്രാവൽ ചെയ്തുകൊണ്ട്. അന്ന് ഞാൻ ആ കാശ്മീർ ട്രിപ്പ് പോയില്ലായിരുന്നെങ്കിൽ എൻ്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് സംസാരിക്കുന്നില്ലേ, അപ്പം നിങ്ങളിപ്പോൾ എൻ്റെ അടുത്ത് സംസാരിക്കുന്നില്ലേ, ഞാനും നിഷയും കൂടി ഉണ്ടെങ്കിൽ ഇതൊരു ഡബിൾ എനർജിയാണ്. അപ്പം ഞങ്ങൾ പുറത്ത് കൊടുക്കുന്ന വൈബ്സ് ആർ ഡിഫറെൻറ്റ്. ഇതൊന്നും സംഭവിക്കില്ല. ഞാൻ അവളെ കാണില്ലായിരുന്നു. അവളെ കണ്ടുകൊണ്ട് എനിക്ക് കെട്ടിപ്പിടിച്ച് കരയാൻ ഒരാളാണ്, എനിക്ക് ഒരുപാട് ചിരിക്കാൻ ഒരാളാണ്. സോ ഇറ്റ് ഹാപ്പൻ ഫ്രം എ ട്രാവൽ. ഞാൻ കംബോഡിയ പോയിട്ടുണ്ട്, വിയറ്റ്നാം പോയിട്ടുണ്ട്, അങ്ങനെ കുറേ സ്ഥലത്ത് പോയിട്ടുണ്ട്. പക്ഷേ എന്നോട് ഏറ്റവും ഫേവറേറ്റ് പെട്ടെന്ന് പോകാൻ പറ്റുന്ന എനിക്ക് അമ്പലത്തിൽ പോകാൻ ഏറ്റവും ഇഷ്ടം. കാരണം എനിക്ക് അവിടുന്ന് കാക്കനാടുന്ന് ഏറ്റവും അടുത്തുള്ള വലിയ അമ്പലം എന്ന് പറയുന്നത് ചോറ്റാനിക്കരയാണ്. അപ്പോൾ എനിക്ക് ഞാൻ മെൻ്റലി കുറച്ച് ഡൗൺ ആകുമ്പോൾ ഓക്കെ അല്ലാതാകുമ്പോൾ എൻ്റെ യാത്ര അമ്പലത്തിലോട്ടാണ്. എൻ്റെ റൂംമേറ്റ് ഉണ്ട് ശില്പ എന്ന് പറഞ്ഞിട്ട്, ഫ്ലാറ്റ്ലൈൻ്റെ കൂടെ നിൽക്കുന്ന വെച്ചാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ അനിയത്തിയായിരുന്നു ശില്പ. അങ്ങനെയാണ് ഞാനും ശില്പയും തമ്മിൽ കണക്ട് ആവുന്നത്. പിന്നെ ഞങ്ങളുടെ വൈബ് സെയിം ആണ്. ഇപ്പോൾ എറണാകുളത്ത് താമസിക്കുന്ന ആൾക്കാർ എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാർ എന്ന് പറയുമ്പോൾ പാർട്ടി പബ്ബ്. ഞങ്ങൾ രാവിലെ മറ്റേ ഏതെങ്കിലും ക്ലൈൻറ്റ് കൊണ്ടുവന്ന ജിഞ്ചർ ഗാർലിക് ഒക്കെ ഉണക്കാൻ പരത്തിയിടുന്നു, മുളക് പരത്തിയിടുന്നു, മറ്റേ എന്താണ് സാരി എടുത്ത് അമ്പലത്തിൽ പോകുന്നു. അതാണ് ഞങ്ങളുടെ വൈബ്. ഞങ്ങൾക്ക് കഴിവില്ല. ഞങ്ങൾ പറയും എല്ലാവർക്കും എല്ലാ കഴിവുണ്ട്, നമുക്ക് കള്ളുടിക്കാനുള്ള കഴിവ് പോലും ഇല്ലല്ലോടാന്ന് പറഞ്ഞ് ഞങ്ങളുടെ കഴിവ് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്ന അമ്പലത്തിൽ പോയിട്ടാണ്. അപ്പം ഞങ്ങൾക്ക് അമ്പലത്തിൽ പോകുന്ന യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര സ്പെഷ്യലാണ്. കാരണം തലേ ദിവസം തന്നെ ഞങ്ങൾക്ക് ആ ഡ്രസ്സൊക്കെ നനച്ചിടണം. കാരണം അപ്പം ഈറനായിട്ട് നനച്ചിട്ട് ഡ്രസ്സ് ഇട്ട് അമ്പലത്തിൽ പോകാൻ പറ്റുള്ളൂ എന്നാണ് കുട്ടി പറയണത്, ശില്പ പറയണത്. അതൊക്കെ അവളുടെ ഒരു സന്തോഷമാണ്. അതിന് മുടക്കം വരുത്തേണ്ടായിരുന്നു. നമ്മളിതൊക്കെ നനച്ച് വിരിച്ചിട്ട് രാവിലെ നേരത്തെ 5 മണിക്ക് എണീറ്റ് രണ്ടുപേരും കുളിച്ച് ഓടി. ശില്പയ്ക്ക് ഇത്ര മുടിയുണ്ട്, അപ്പോൾ അവൾക്ക് ആ മുടി നനയ്ക്കാൻ തന്നെ കുറേ സമയം വേണം. എനിക്കാണെങ്കിൽ അതില്ല, അതുകൊണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, അത്ര ബുദ്ധിമുട്ടില്ല. ഞാൻ തല ഇങ്ങനെ ഇട്ട് നനച്ച് തിരിച്ചു, അതിന് എൻ്റെ കുളി കഴിഞ്ഞു എന്ന് പറയും. അപ്പം എനിക്ക് എന്നിട്ട് നമ്മൾ സാരി എടുക്കുന്നു. എനിക്ക് ബേസിക്കലി മേക്കപ്പ് ചെയ്യാൻ കഴിവില്ലാത്ത ആളാണ്. കഴിവില്ലാന്ന് തന്നെയാണ് പറയുന്നത്. ഒരു കഴിവില്ലാത്തൊരു മനുഷ്യനുണ്ടാവുമെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. അപ്പം എനിക്ക് അതിനുള്ള കഴിവില്ല. അപ്പം ഞാനത് ചെയ്യുന്നത് ഈ അമ്പലത്തിൽ പോകുമ്പോഴാണ്. അതായത് അതർവൈസ് ഐ ക്യാരി സൺസ്ക്രീൻ, ലിപ്സ്റ്റിക്, ഇത് രണ്ടുമാണ്. എന്നോട് പെട്ടെന്ന് ഒരുങ്ങിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് സൺസ്ക്രീൻ ഇട്ടിട്ട് ലിപ്സ്റ്റിക് ഇട്ടിട്ട് യെസ് എന്ന് പറയും. കാരണം എനിക്ക് അത്ര കഴിവേ ഉള്ളൂ, എനിക്ക് വേറൊന്നും അറിയില്ലല്ലോ. അപ്പം പക്ഷെ അമ്പലത്തിൽ പോകുമ്പോൾ വളയിടും, മാലയിടും. അങ്ങനെ ഞങ്ങൾ അതിനുവേണ്ടി ഞങ്ങൾ ഫുൾ ഷോപ്പ് ചെയ്തൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കുറേ സാരി ഉണ്ട്, എനിക്ക് സാരി എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ആ സാരി ഒക്കെ എടുത്ത് വലിയ പൊട്ടും, ഏതോ ഇല്ലത്തെ കുട്ടിയാന്നല്ലാതെ ആരും പറയില്ല, ആ ലെവലിലാണ് ഞങ്ങൾ അമ്പലത്തിൽ പോകുന്നത്. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പോയപ്പം ഫുൾ വളയൊക്കെ ഇട്ട് മൊത്തം സെറ്റായിട്ട് പോയി കണ്ടപ്പോൾ അവർ വിചാരിച്ചു ഏതോ മറ്റേ ഈ തമ്പുരാട്ടിയല്ല, വേറെ ഹിന്ദി. അവരെന്നോട് ഹിന്ദിയിലിരുന്ന് സംസാരിക്കുക. ക്യൂല് നെയിം ഉദർധ, പേഴ്സ് വെക്കാൻ വേണ്ടി ജാ നൗ കം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഈ മലയാളം അറിയാവുന്ന ഇവരെന്തിനാണ് എന്നോട് ഹിന്ദി സംസാരിക്കുന്നത്. അപ്പം നിഷ അവിടെ ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുക. ഹിന്ദിക്കാർ അവർ വിചാരിക്കുന്നത് ഹിന്ദിക്കാരെന്ന്. കാരണം അത്രയും വലിയ പൊട്ട്, 3-4 പൊട്ട്, അത്രയും വളകൾ, ഇന്നലെ കല്യാണം കഴിഞ്ഞ പോലത്തെ വളകൾ, അവരങ്ങനെ വിചാരിക്കണത്. പക്ഷെ ഞാനതൊന്നും ആയിരുന്നില്ല. അപ്പം നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ എനിക്ക് ചോറ്റാനിക്കര പോവും, പിന്നെ മറ്റേ വടക്കുന്നാഥലിൽ പോവും.
അപ്പം ചോറ്റാനിക്കര പോകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെരുപ്പൊക്കെ പുറത്തിട്ട് കാറിൽ വെക്കും. അവിടുന്ന് ചെരുപ്പ് അടിച്ചു മാറ്റുന്നൊരു പ്രശ്നമുള്ളതുകൊണ്ട് കാറിൽ വെച്ചിട്ട് കുറേ ദൂരം നടക്കും. അപ്പം ഈ മണ്ണിൽ വെള്ളമാവും നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് നടക്കുമ്പോൾ. പിന്നെ ആ തണുത്ത കല്ലാണല്ലോ, അതിലുള്ള വാക്ക് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. കാരണം കാണാൻ ഭംഗിയുള്ള ചെക്കന്മാരുണ്ടാവും, കാണാൻ ഭംഗിയുള്ള പെമ്പിള്ളേരുണ്ടാവും. ഞങ്ങൾ രണ്ടുപേരെയും നോക്കും. എന്നിട്ട് എല്ലാവരും കുളിച്ച് ഒരുങ്ങി രസത്തിലാണല്ലോ വരിക. അപ്പം നമ്മളിതൊക്കെ കണ്ട് പിന്നെ പറ്റുന്ന പോലെ എല്ലാ സ്ഥലത്തും ഫ്രീ ആയിട്ട് കിട്ടുന്ന എല്ലാ പ്രസാദവും എടുത്ത് പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറിയൊക്കെ വെച്ച് രസമായിട്ട് ഫുൾ ചുറ്റമ്പലവും ഒന്നും വിടില്ല. ഫുൾ എനിക്കാണെങ്കിൽ കൺഫ്യൂഷനായി. ഇവിടെ ഏതോ ഒരു സ്ഥലത്ത് പകുതി ചുറ്റിയിട്ട് തിരിച്ചത് വരണം. അത് ഞാൻ അവളിങ്ങനെ ഫോളോ ചെയ്യും. കാരണം ഷാനിബ അലി എന്നാണ് എൻ്റെ പേര്. എനിക്ക് ബുദ്ധിമുട്ടുണ്ടല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ ചോറ്റാനിക്കരയിൽ നിന്ന് എനിക്ക് ഏതൊക്കെ അമ്പലത്തിലാണ് അന്യമതസ്ഥർക്ക് പ്രവേശനം ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഗുരുവായൂരുണ്ടെന്ന് അറിയാം, പക്ഷെ ചോറ്റാനിക്കര ഇതുണ്ടോ എന്ന് അറിയാത്തൊരു സമയത്ത് ക്യൂവിൽ നിൽക്കുന്ന ഒരാൾ, ഞാൻ ലീഗൽ റീൽസ് ചെയ്യാറുണ്ട്. ചോറ്റാനിക്കര പ്രശ്നമില്ലാന്ന് എനിക്കറിയില്ലല്ലോ, കഴിയില്ലല്ലോ, എനിക്കറിയില്ലല്ലോ. അപ്പോൾ ഞാൻ ലീഗൽ റീൽസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കുറച്ച് ഫോളോവേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരാൾ എൻ്റെ പിന്നിൽ ഇങ്ങനെ സംസാരിക്കാൻ വരിക. ഞാനും ശില്പി നിൽക്കുമ്പോൾ എൻ്റെ പിന്നിൽ സംസാരിക്കാൻ വന്നിട്ട് പുള്ളി ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ നശിച്ച് അപ്പൊ ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ വന്നിട്ട് ഞാനാണോ ചേട്ടാ ഞാനായിരിക്കില്ല എന്നുള്ള പോലെ എന്നിട്ട് എന്ന് പറയുന്നു വക്കീലാണോ? അപ്പം എന്ന് പറഞ്ഞു ഇൻസ്റ്റാഗ്രാമിലൊക്കെയുള്ള. അപ്പം ഞാൻ ആ ഗ്രാമത്തിൽ ഞാനും ഉണ്ട്. ഞാനിങ്ങനെ നടന്നു, ഞാൻ പിന്നെ നടന്നുകൊണ്ടിരിക്കുക. പേരെന്താ? അപ്പോഴേക്കും ശില്പ കയറിയിട്ട് ശില്പ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു പേരല്ല, ഞാൻ വേറെ എന്തോ പേരാണ്. പുള്ളി ആലോചിക്കുമ്പോഴേക്കും ഞങ്ങൾ ഓടി ഫ്രണ്ടിലെത്തി. ഇനി ഞങ്ങൾക്ക് അയാളെ കാണണ്ട എന്നുള്ള രീതിയിൽ. അപ്പോഴേക്കും ഞാൻ എനിക്ക് കുറച്ച് ലീഗൽ ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ പുള്ളി പേര് വിട്ടു, അതേ ലീഗൽ. അപ്പോൾ ഞാൻ വേഗം നമ്പർ കൊടുത്തു ചേട്ടൻ റിങ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ റിങ് ചെയ്തു. ഞാൻ എന്നെ വിളിച്ചാൽ മതി കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് പുള്ളിയോട് സംസാരിച്ചു. അപ്പോൾ പുള്ളി ഇങ്ങനെ പുള്ളി ആലോചിച്ചുകൊണ്ടിരിക്കുക. പുള്ളി മറ്റേ ഇതിൽ എടാ ഗോപാലകൃഷ്ണ എന്ന് പറയും പോലെ ഷാനിബാലി എന്ന് പറയുമ്പോഴേക്കും ഞാൻ പുറത്തെത്തി കാറി കയറി ഒറ്റ മുസ്ലിം പുള്ളിയുടെ നമ്പറും ബ്ലോക്ക് ചെയ്തിട്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് പോയി. അപ്പോൾ ഈ അമ്പലത്തിൽ ഈ പ്രശ്നം ഉണ്ടാവും. പിന്നെ ഞങ്ങൾ പോകുന്നത് വടക്കുന്നാഥിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാവരും റീൽസ് എടുക്കാൻ വരുന്ന അവിടെ. അതുകൊണ്ട് ഭയങ്കര പീസ്ഫുൾ ആയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഫുൾ ഒരുങ്ങി വടക്കുന്നാഥിൽ ചുറ്റമ്പലത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സൈഡിൽ നിന്ന് ശില്പ അവിടെ നിൽക്കുമ്പോൾ അവിടെ നിന്ന് അവർ സീരിയലില്ലേ, ഒരു സീരിയൽ നടിയല്ലേ? അപ്പം ഞാൻ യെസ് ഐ ആം ദാറ്റ് സീരിയൽ നടി. ആ എക്സ്പ്രഷനിൽ നമ്മളുടെ ഒരുക്കം കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത്. പക്ഷേ അതെനിക്കിഷ്ടമാണ്, എനിക്കിഷ്ടമായിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ അമ്പലത്തിൽ പോകാന്ന് പറയുന്നത് എൻ്റെ അമ്മ പറയും ഏതെങ്കിലും. പിന്നെ ഞാൻ കല്ലൂർ പള്ളിയിൽ പോകും, അതൊക്കെയാണ് എൻ്റെ യാത്ര. അമ്മ പറയും എന്നാൽ ഏതെങ്കിലും ഒരു മുസ്ലിം പള്ളി അതെന്തോ നമുക്ക് ആ റിബലാവാനുള്ളൊരിത്. പിന്നെ ഇവിടെ കിട്ടുന്നൊരു വൈബ് അവിടെ കിട്ടില്ല എന്ന് ഞാൻ പറയും. അമ്പലത്തിൽ കിട്ടുന്നൊരു വൈബ് വേറെ എവിടെയും കിട്ടില്ല. കാരണം അമ്പലത്തിൽ ദൈവം, അതായത് നമ്മളെല്ലാവരും ബൈ ഇത് ബർത്ത് നമ്മൾ പറയല്ലോ, നമ്മളെല്ലാവരും ഹിന്ദു എന്ന് പറയുന്നത് ഒരു കൾച്ചറാണ്. എക്സാക്ട്ലി അതൊരു കൾച്ചറാണ്. നമ്മളെല്ലാവരും ഇവിടുത്തെ ഹിന്ദുക്കളാണ്. അപ്പം അവിടെ വന്ന് എന്നെ നിങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ നിങ്ങൾ നശിച്ചു പോകും എന്ന് പറയുന്നൊരു ദൈവം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ അതിൻ്റെ ഒരു പീസ് ഓഫ് മൈൻഡ് സ്പേസ്. ഞാൻ ഭയങ്കര സമാധാനപൂർവ്വമായിട്ട്. ഇതിലേറ്റവും കോമഡി ഉണ്ടായത്, ഞങ്ങൾ നിഖിലേട്ടൻ്റെ വീട്ടിൽ പോകുമ്പോൾ ട്രിവാൻഡ്രത്ത് നിഖിലേട്ടൻ്റെ വീട്ടിൽ തൊട്ട് മുന്നിലൊരു അമ്പലമാണ്. അപ്പം ഈ അമ്പലത്തിൽ കഠിനംകുളങ്ങര എന്നാണ്, കഠിനംകുളങ്ങര അതാണ് നിഖിലേട്ടൻ്റെ വീടിൻ്റെ സ്ഥലത്തിൻ്റെ പേര്. വീടിൻ്റെ റൈറ്റ് സൈഡ് തന്നെ കഠിനംകുളങ്ങര അമ്പലമാണ്. നിഖിലേട്ടൻ ഇതുവരെ അമ്പലത്തിൽ കയറിയിട്ടില്ല, സ്വന്തം കല്യാണത്തിന് മാത്രമാണ് പുള്ളി അമ്പലത്തിൽ കയറിയിട്ടുള്ളത്. അപ്പം ഞാൻ നിഷ നിസാം, അവൾ മുസ്ലിം, ഷാനിബ അലി, പിന്നെയുള്ളത് ലാണി മേരി ജയൻ, ഷീസ് ക്രിസ്ത്യൻ. അപ്പം ഞങ്ങൾ 3 പേരും തീരുമാനിച്ചു നമുക്ക് നാളെ അമ്പലത്തിൽ പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ രാവിലെ പട്ടുസാരിയൊക്കെ എടുത്ത് എല്ലാവരും അമ്പലത്തിൽ പോകുന്നുള്ളതിലാണ് നിൽക്കുന്നത്. അപ്പം ഞങ്ങൾ പറയും എന്താണ് ഈ നമ്പൂതിരി വന്നിട്ട് ഹായ് നല്ല ഐശ്വര്യമുള്ള കുട്ടികളെ ഇവിടുന്ന അയ്യോ നമ്മളിങ്ങനെ പേര് പറയുമ്പോൾ അവർ നിഷ നിസാം, ഷാനിബ അലി, ലാണി മേരി ജയൻ, അതിലാകെയുള്ളൊരു ഹിന്ദു നിഖിലേട്ടനായിരിക്കും. പക്ഷെ നിഖിലേട്ടൻ ഇതുവരെ അമ്പലത്തിൽ കണ്ടില്ല. ഞങ്ങളാണ് ഐശ്വര്യമുള്ള കുട്ടികൾ, നിഖിലേട്ടൻ അവർ ഇതുവരെ അമ്പലത്തിൽ കണ്ടില്ല. അതെ ഞങ്ങളാണ് ഐശ്വര്യമുള്ള കുട്ടികൾ. ഞങ്ങൾ ഐശ്വര്യ, അശ്വതി പേരുകളൊക്കെ ഞങ്ങൾ ഫിക്സ് ചെയ്യും. ഇതിനു മുൻപ് ഇതേ സാധനം ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ട്രിപ്പ് പോകാനുള്ള ഇഷ്ടം കൊണ്ട് ഞങ്ങൾ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ കോഴിക്കോട് ബീച്ചിൽ പോയി. പോലീസുകാർ വന്നു, ചെറിയ ചിടുങ്ങ് പിള്ളേർ 3-4 നടക്കുന്നു വിത്ത് ആമ്പിള്ളേർ, ക്ലാസ്സിൽ ആമ്പിള്ളേരും പെമ്പിള്ളേരും കൂടി പോയതാ. അപ്പോൾ ഇവരൊന്ന് പേര് പറയാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യമേ പറയാം, എൻ്റെ വക്കീൽ ബുദ്ധി ഉണർന്നു അപ്പോഴേ. നമ്മൾ പേര് മാറ്റി പറഞ്ഞാൽ പറ്റും, നമ്മൾ ഒരിക്കലും സത്യം പറയുന്നതൊക്കെ എല്ലാവരും അടുത്ത് വരും. അപ്പോൾ എൻ്റെ അടുത്ത് പേര് വെച്ചപ്പോൾ എന്നോട് എന്താ പേര്, അപ്പം ഞാൻ അന്ന് എനിക്ക് ഐശ്വര്യയിലാണ് കാണുന്നത്. ഐശ്വര്യ എന്ന് പറഞ്ഞു, തട്ടൊക്കെ ഇങ്ങനെ കഴുത്തിലോട്ട് ഇട്ടിട്ട് ഐശ്വര്യ. അപ്പം അപ്പുറത്തെ കുട്ടീനോട് എന്താ പേര്, അപ്പം മറ്റേ കുട്ടി പെട്ടെന്ന് നീതു എന്ന് പറഞ്ഞു. അപ്പം അപ്പുറത്ത് നമ്മളുടെ ശരിക്കും ഒരു ഫ്രണ്ട് ഉണ്ട് അശ്വതി, അവളോട് എന്താ പേര്, അശ്വതി അല്ല 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 അശ്വതി അല്ല നീതു. അല്ല ഞാൻ അശ്വതി അല്ല നീതു നീതു നീതു. അവള് വരുന്ന മാറ്റി ഞങ്ങൾ നശിപ്പിച്ചതും പോരാ അവിടെ കിടന്ന് അഭിനയിച്ച് വീഴുന്നത്. അന്ന് അവള് പറഞ്ഞു അശ്വതി, അവള് മാത്രമേ പെടുള്ളൂ, ഇത് എല്ലാവരും പെട്ടു.
ഭയങ്കര കോൺഫിഡൻസ്. എന്താ പേര്? അശ്വതി. അയ്യോ അല്ല 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 അശ്വതി അല്ല, നീ ഇത് അപ്പോഴാണ് പോലീസുകാർക്ക് ഐഡന്റിറ്റി കാർഡ് എടുക്കുക, ID കാർഡ് എടുക്കുക. എല്ലാവരും പോയി ഷാനിബ, ഇതാണ് നിങ്ങളുടെ. അന്ന് ID കാർഡ് ഇല്ലായിട്ട് നമ്മുടെ കയ്യിൽ, എൻ്റെ കയ്യിൽ നോട്ട്ബുക്കാണ്. നോട്ട്ബുക്കിൽ മറ്റേ ഇതിൽ പേര് എഴുതി വെക്കല്ലോ, ഷാനിബ അല്ലെന്നൊക്കെ. എന്നിട്ട് ഐശ്വര്യം, നല്ല ഐശ്വര്യം. അങ്ങനെ അതുപോലെ തന്നെ ഇഷ്ടമാണല്ലോ എവിടെയെങ്കിലും പോകാൻ. മറ്റേ കോഴിക്കോട് മാനാഞ്ചിറ സ്ക്വയർ ഉണ്ട്. അപ്പൊ അത് 3 മണിക്കേ തുറക്കുള്ളൂ, ഓപ്പൺ ആവുള്ളൂ. അതിന്റെ മുന്നേ പോവുകയാണെങ്കിൽ കയറാൻ വഴിയുണ്ട്, ചാടണം. പക്ഷെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കമ്മീഷണർ ഓഫീസ്. അപ്പൊ ആരും അങ്ങനെ ചാടില്ല, പക്ഷെ ഞങ്ങൾ ചാടും. അപ്പൊ ഞാനും എന്റെ ഫ്രണ്ടും കൂടി ചാടി അപ്പുറത്ത് കടന്നു. അവിടുന്ന് പോലീസുകാരനെ ഇങ്ങനെ വിളിച്ചു, വാ 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 എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പൊ ഞങ്ങള് ഇതിന്റെ ഇപ്പുറത്ത് വന്നിട്ട്, അയ്യോ സാർ ഗേറ്റ് പൂട്ടിരിക്കുക, എങ്ങനെ അങ്ങോട്ട് വരാന്ന് പറഞ്ഞു. അവള് അങ്ങോട്ട് പോയ പോലെ ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. പോകാ ചാടി, തിരിച്ച് ചാടി. അപ്പൊ ഇതെല്ലാം ഇതെല്ലാം എന്റെ ട്രാവൽ മെമ്മറിയാ. ഇപ്പൊ എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് എന്താണ്, ഇപ്പം ഞാൻ കംബോഡിയയിലും വിയറ്റ്നാമിലും അനുഭവിച്ച ഭയങ്കര, അതൊക്കെ പറയാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പക്ഷെ ഇതൊക്കെയാണ് എന്റെ ഫേവറേറ്റ് ട്രാവൽ മെമ്മറി. അപ്പം ഈ യാത്രകളിൽ നിന്ന് പരിചയപ്പെട്ട ആളുകളുണ്ടല്ലോ, ഈ ഇപ്പൊ ഫാമിലി ആയിട്ടുള്ള ഇവരൊക്കെ ഒത്തിട്ടുള്ള വേറെ യാത്രകൾ ചെയ്യാറില്ല? പോയിട്ടുണ്ട്. അതായത് ഇപ്പം ഞാൻ പറയാം, നിഷ, നിഗ്ലേട്ടൻ, ചാർലി ഇവരെല്ലാവരും പല സ്ഥലത്തു നിന്ന് വരുവാണ്. ചാർലി ഇവിടുന്ന് മദ്രാസിൽ നിന്ന് വരുവാണ്. നിഷ, നിഗ്ലേട്ടനും ട്രിവാൻഡ്രത്ത് നിന്ന് എല്ലാവരും ലീവ് എടുത്ത് ഞങ്ങളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തു. അപ്പോൾ ചാർലിയാണ് ഇതെല്ലാം പ്ലാൻ ചെയ്യുന്നത് മദ്രാസിലിരുന്നുകൊണ്ട്. അപ്പോൾ അവൾ മീശപ്പുലിമല ബുക്ക് ചെയ്തു. ഞാൻ ഓൾറെഡി മീശപ്പുലിമല പോയതാണ്, അപ്പുപനാടിക്ക് വേണ്ടി ഞാൻ പോയതാണ്. അപ്പം ഞാൻ ഉണ്ടാവുമോ എന്നുള്ളത്, പിന്നെ അവർ എനിക്ക് വേണ്ടി ഡേറ്റ് ഒക്കെ മാറ്റി അവസാനം ഞാൻ സമ്മതിച്ചു, ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ മീശപ്പുലിമല പ്ലാൻ ചെയ്ത് ഒക്കെ സെറ്റായി. മൂന്നാർ ടൗൺ എത്തിയപ്പം എല്ലാവരും ഫുഡ് കഴിക്കാൻ കയറി. അപ്പം എല്ലാവരും ഫ്രൈഡ് റൈസ് പറഞ്ഞപ്പോൾ ഞാൻ മാത്രം വെറൈറ്റി, ഞാൻ ബിരിയാണി മേടിച്ചു. പണ്ടേ എനിക്കതാണ് ഇഷ്ടം, ആർക്കും ഇല്ലാത്ത പണി. ഒരാളും കൂടി ആ ബിരിയാണി കഴിച്ചിരുന്നെങ്കിൽ എനിക്ക് അത്രയും കഷ്ടപ്പാടുണ്ടാവില്ലായിരുന്നു. അതെ, അന്ന് വൈകുന്നേരം തൊട്ട് ഞാൻ പിന്നെ വേറെ ആരെയും കണ്ടില്ല. ഞാൻ ആകെ കാണുന്ന ടോയ്ലറ്റ് മാത്രമാണ്, വേറെ ഒന്നും ഞാൻ കാണുന്നില്ല. അന്ന് ഈ മീശപ്പുലിമല എന്ന് പറയുന്ന സ്ഥലത്ത് എന്ന് പറയുമ്പോൾ ടെൻ്റാണ്, ഗവൺമെൻറ് ആണ്. ടെൻറ്റിൽ ടോയ്ലറ്റ് 2 എണ്ണേ ഉണ്ടാവുള്ളൂ. ആ 2-ൽ ഒരെണ്ണം ഞാൻ ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല, അത് എൻ്റെ. അതിനുള്ളിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങിയില്ല. അപ്പോൾ രാത്രി ഓരോരുത്തരായിട്ട് കാവലിക്കാണ്. അപ്പോഴാണ് നമ്മൾ ആൾക്കാരെ അറിയുന്നതും. ഇപ്പോൾ നിഗ്ലേട്ടനാണെങ്കിലും, നിഗ്ലേട്ടനൊന്നും ഉറങ്ങിയിട്ടില്ല. നിഗ്ലേട്ടൻ എൻ്റെ മറ്റേ ടോയ്ലറ്റിൻ്റെ പുറത്തിരിക്കുകയാണ്. ഷാനുമ്മ എന്തെങ്കിലും വേണോ? ഞാൻ പറഞ്ഞു, നിഗ്ലേട്ടന് ചെയ്യാൻ പറ്റുന്നൊന്നും ഇതിനകത്തില്ല, ഇത് ഞാൻ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞ് ഫുൾ ഇരിക്കുവാണ്. എല്ലാവരും വരും, എല്ലാവരും ടേൺ എടുത്ത് വരും. പിറ്റേ ദിവസം ഒരു 20 കിലോമീറ്റേഴ്സ് വാക്ക് ഉണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ അതിനെനിക്ക് ആരോഗ്യമില്ല, ഒന്ന് ഡീഹൈഡ്രേഷൻ, വയ്യായിക, ഇതെല്ലാം. രാവിലെ അപ്പോൾ എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക, ബ്രെഡും ജാമും ഒക്കെ തരും. എനിക്കിതൊക്കെ കാണുമ്പോൾ കൊതി വരുന്നുണ്ട്. കാരണം തലേന്ന് കഴിച്ച അവസാനം കഴിച്ച ബിരിയാണിയാണ്, പിന്നെ ഞാനൊന്നും കഴിക്കേണ്ടി വന്നിട്ടില്ല. അപ്പം ഈ പുറത്തോട്ട് പോകുന്നത് നിന്നാലല്ലേ നമ്മൾ അകത്തോട്ട് ഇടുന്നതിനെ പറ്റി ആലോചിക്കുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഞാനൊരു കട്ടൻ ചായ കുടിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ചോക്ലേറ്റ്സ് എടുത്തോ, ഞാൻ എന്തായാലും വരാമെന്ന് പറഞ്ഞപ്പോൾ ടാബ്ലറ്റ് കഴിച്ചു. ടാബ്ലറ്റ് കഴിക്കുമ്പോൾ നമുക്കൊരു ധൈര്യം ഉണ്ടാവുമല്ലോ, ഇനി ഇത് സംഭവിക്കില്ല എന്നുള്ളത്. ടാബ്ലറ്റിനെ എല്ലാം ഏൽപ്പിച്ച് ഞാൻ നടന്ന് ഒരു 4 കിലോമീറ്റർ ആയപ്പോഴേക്കും എൻ്റെ വയറ് പറഞ്ഞു, ടാബ്ലറ്റ് ശരിയാക്കി തരാം. അത് കഴിഞ്ഞപ്പോൾ ഞാൻ, നിഖിലേട്ട് എനിക്ക് പറ്റണില്ല എന്ന് പറയുമ്പോൾ നിഖിലേട്ട് പറഞ്ഞു, നമുക്ക് തിരിച്ചു പോയാലോ. പിന്നെ എനിക്ക് ആലോചിച്ചപ്പം ഞാനൊരാൾ കൊളാക്കി കഴിഞ്ഞാൽ ഇവരുടെ എല്ലാവരുടെയും ഒരു വെക്കേഷൻ പോവും. സോ ഐ ഡിസൈഡഡ് ലൈക്ക് ഞാനത് നടക്കും, നടന്ന് തീർക്കും. ഞാൻ എൻ്റെ കഴിവിനെ പറ്റി ഞാൻ വിചാരിച്ചു, പാമ്പേഴ്സ് ഞാൻ നടക്കും എന്ന് വിചാരിച്ച് ഞാൻ നടന്നു. പക്ഷേ എനിക്ക് ഒന്നും കഴിക്കാൻ പറ്റിയില്ല, എവിടുന്നൊന്നും. ഈ വെള്ളം പോകുന്ന സ്ഥലത്തേക്ക് എത്തുമ്പോൾ നിങ്ങളായിട്ട് പറഞ്ഞു, ഷായ്മ വേണമെങ്കിൽ ഇവിടെ ഇരുന്നു, ഞാൻ തിരിഞ്ഞു നിൽക്കാം, ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യാന്നൊക്കെ. ഇതൊക്കെ എല്ലാവരും എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുക. പക്ഷേ എൻ്റെ ലൈഫിൽ ബിഗ്ഗസ്റ്റ് അച്ചീവ്മെൻറ്റ് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും, എനിക്ക് കിട്ടിയതൊന്നുമല്ല. എനിക്ക് എവിടുന്ന് എന്ത് കിട്ടിയെന്ന് പറഞ്ഞാൽ എനിക്കതല്ല, ഞാൻ കലാതിലകമായതോ ഇതൊന്നുമല്ല എൻ്റെ ബിഗ്ഗസ്റ്റ് അച്ചീവ്മെൻറ്റ്. എൻ്റെ ബിഗ്ഗസ്റ്റ് അച്ചീവ്മെൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ മീശപ്പുലിമല വയറിളകി പോയി വന്നതാണ് എൻ്റെ ബിഗ്ഗസ്റ്റ് അച്ചീവ്മെൻറ്റ്. കാരണം അതിൻ്റെ മുകളിൽ എല്ലാവരും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഫോട്ടോയ്ക്ക് ഞാൻ കാലൊക്കെ ഇങ്ങനെ വെച്ചാൽ നടക്കുന്നത്. കാരണം എനിക്ക് ഫോട്ടോയ്ക്ക് നിൽക്കാനുള്ള കഴിവൊന്നുമില്ല ഇപ്പം. ഫോട്ടോയിലൊക്കെ എൻ്റെ എക്സ്പ്രഷൻ ഇതാ. ഇവർ റീല് ഷൂട്ട് ചെയ്യണം, അപ്പം അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു. ഞാൻ പറഞ്ഞു, അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു എടുക്കാൻ പറ്റില്ല, എനിക്ക് എങ്ങനെയും നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെയോ ഫോട്ടോസ് എടുത്തു. എല്ലാ ഫോട്ടോയിലും എൻ്റെ എക്സ്പ്രഷൻ ഒന്നും, ഈ എക്സ്പ്രഷനിലാണ് ഞാൻ നിൽക്കുന്നത്. ഒന്ന് അമർത്തി ശ്വാസം വിടാനോ ചുമയ്ക്കാനോ ഒന്നും പറ്റില്ല. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി പകുതി എത്തിയപ്പോഴേക്കും മാജിക് മഷ്റൂം കണ്ടു ഒരു സ്ഥലത്ത്. അപ്പോൾ ഞങ്ങളുടെ ഗൈഡ് നിന്നിട്ട് ക്ലാസ് എടുക്കുക, ഇതാണ് മാജിക് മഷ്റൂം. നമ്മൾ ചേട്ടന് കുറച്ച് സ്പീഡിൽ പറയാൻ പറ്റും, ഒരു 2 മിനിറ്റ് ഇട്ടിട്ട്. എനിക്ക് മനസ്സിലായി, നിങ്ങൾ പറഞ്ഞു നമുക്ക് പെട്ടെന്ന് തിരിച്ചു പോകണം. അപ്പോൾ പറഞ്ഞു, അല്ല ഇതിനൊരു പ്രത്യേകത, പുള്ളി ഭയങ്കര സ്ലോ മോഷനിൽ, ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാം, ഞങ്ങൾ ഗൂഗിൾ ചെയ്തോളാം, നമുക്ക് പോവാം. അപ്പോഴേക്കും നിഷ, എനിക്ക് എവിടെയെങ്കിലും ഒന്ന് റെസ്റ്റ് എടുക്കണമെന്നുണ്ട്. അപ്പോൾ ഞാൻ അവളൊരു നോട്ടം നോക്കിയപ്പോൾ വേണ്ട, പോവാം. അത് കഴിഞ്ഞ് ഞങ്ങൾ ആദ്യമായിട്ട് ഈ
റോഡ്രോ മാൻഷൻ എന്ന് പറഞ്ഞ സ്ഥലം. ആ മാൻഷൻ ദൂരെ കാണാം. എനിക്ക് ആ മാൻഷന്റെ നമ്മൾ അർജുനൻ കണ്ട പോലെ ഞാൻ കാണുന്ന ടോയ്ലറ്റ് മാത്രമാണ്. എന്താണ് കിളിയോ മറ്റേതൊന്നുമില്ല, കണ്ണ് മാത്രം. അപ്പം ഞാൻ നിഖിലേട്ടനോട് പറഞ്ഞു, നിഖിലേട്ടൻ എനിക്കൊരു ഹെൽപ്പ് വേണം. എന്താ, ഈ മുന്നിൽ നമ്മുടെ ട്രക്കിലുള്ള ബാക്കി ആൾക്കാർ നടക്കുന്നുണ്ട്, ഇവരിൽ ഏറ്റവും മുന്നിൽ നിഖിലേട്ടൻ പോകണം, എന്നിട്ട് നിഖിലേട്ടൻ ടോയ്ലറ്റിൽ കയറി നിൽക്കണം, ബ്ലോക്ക് എവ്രി വൺ, എനിക്ക് ഡയറക്റ്റ് ടോയ്ലറ്റ് ആക്സസ് വേണം. അങ്ങനെ ശരിക്കും നമ്മൾ പ്ലാൻ ചെയ്ത് ടോയ്ലറ്റ് കീഴടക്കി നിഖിലേട്ടൻ ടോയ്ലറ്റിൽ കയറി നിന്ന് ഞാൻ നടന്നോടിയൊക്കെ അവിടെ എത്തി. അന്ന് എനിക്ക് കിട്ടിയ സാറ്റിസ്ഫാക്ഷൻ എൻ്റെ ലൈഫിലെ ബിഗ്ഗസ്റ്റ് സാറ്റിസ്ഫാക്ഷൻ. അതിനേക്കാൾ വലിയൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. അതാണ് എൻ്റെ ഒരു ഫേവറേറ്റ് മെമ്മറി കേട്ടോ. ഞങ്ങൾ ഇപ്പം ആലോചിക്കുമ്പോഴും എനിക്കത് ഭയങ്കര വലിയ മെമ്മറിയാണ്. കാരണം വയറിളക്കവും കൊണ്ട് മീശപ്പുലിമല കീഴടക്കി ഓതി എന്നൊക്കെ PSC ക്വസ്റ്റ്യൻ വരണം. ആ ലെവലിൽ ഞാൻ അത് ആഗ്രഹിക്കുന്നുണ്ട്. അല്ല, നമ്മളിപ്പോൾ ഒരുപാട് കഥകൾ പറഞ്ഞാൽ ഒന്നിലും കഴിവില്ല എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അതിന് കഴിവില്ല, മേക്കപ്പിന് കഴിവില്ല. ഈ യാത്രകളെ ഈ ഒരു കഴിവില്ലാണ്ട് എങ്ങനെയാണ് ഈ യാത്രകൾ കൊണ്ടുപോകുന്ന ആൾക്കാർ? ഇത് ഞാൻ തമാശക്ക് പറഞ്ഞത്. എനിക്ക് നല്ല കഴിവുണ്ട്. എന്റെ ക്ലയൻസ് കേൾക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് എനിക്ക് നല്ല കഴിവില്ല എന്ന് പറഞ്ഞ് 2 കേസ് കഴിവില്ലാത്ത വക്കീലിനാണോ ഞാൻ ഏൽപ്പിച്ചത്? എന്റെ കേസ് നീ കഴിവില്ലാത്ത വക്കീലിനാണോ ഏൽപ്പിച്ചതെന്ന് അവർ വിചാരിക്കത്തല്ലോ. എനിക്ക് ഏറ്റവും കഴിവുണ്ട് എന്ന് എനിക്ക് മനസ്സിലായെന്ന് പറയുന്നത് ഞാൻ കംബോഡിയ, വിയറ്റ്നാം. യൂഷ്വലി നമ്മൾ അപ്പന്താരി ട്രിപ്പ് പോകുമ്പോൾ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കൂടി ഇത്രയും ആൾക്കാരാണ്, ഒന്നുമില്ലെങ്കിൽ നമ്മൾ അവരെ എയർപോർട്ടിൽ നിന്ന് കാണും. അവിടെ നമ്മളെ റിസീവ് ചെയ്യാൻ നമ്മളെ റിസോർട്ടിൻ്റെ മാനേജറോ അങ്ങനെ ആരെങ്കിലും അവിടുത്തെ ആൾക്കാരുണ്ടാവും, ലോക്കൽസും ഉണ്ടാവും. ഇതൊന്നുമില്ലാതെ നമ്മൾ പോകുന്നതാണ് പ്രീ ട്രിപ്പ്. അപ്പോൾ സജിൻ ഒരു തവണ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, വിയറ്റ്നാം പ്രീ ട്രിപ്പ് എടുക്കുന്നു. അന്ന് ഈ പ്രീ ട്രിപ്പ് എന്താണെന്ന് പോലും അറിയാതെ യെസ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സജിന് പറഞ്ഞു, നീ പോകണം, നീ പോയിട്ട് ആ സ്ഥലങ്ങളെല്ലാം എക്സ്പ്ലോർ ചെയ്യണം, എന്നിട്ട് നമുക്കൊരു ട്രിപ്പ് ഉണ്ടാക്കണം. ഇനി പെണ്ണുങ്ങളെയും കൊണ്ട് പോകാനുള്ള ട്രിപ്പ് നമ്മൾ ഷെഡ്യൂൾ ചെയ്യണം, ലൊക്കേഷൻസ് കാണണം, ഹോട്ടൽസുമായിട്ട് സംസാരിച്ച് ബിസിനസ് ഫിക്സ് ചെയ്യണം. പിന്നെ ഇപ്പോൾ അവിടുത്തെ സൈറ്റ് സീയിങ്ങിൻ്റെ ചെറിയ ഇപ്പോൾ വേറൊരു സ്ഥലത്തോട്ട് പോകാനുള്ള ബസ്, അങ്ങനത്തെ സാധനങ്ങളെല്ലാം ചെയ്യണം. അപ്പോൾ ഇറ്റ്സ് എ ഡ്യൂട്ടി. അപ്പോൾ ഒരു ദിവസം നമ്മളിപ്പം ഞാൻ അതിൽ 5 ദിവസം കംബോഡിയ, 5 ദിവസം വിയറ്റ്നാം, അങ്ങനെയാണ് നിന്നത്. അപ്പോൾ ഈ 5 ദിവസം കൊണ്ട് നമ്മൾ ആ കൺട്രി മൊത്തം കണ്ട് എല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ട് അതിൽ ബെസ്റ്റ് ചൂസ് ചെയ്യണം. നമ്മൾ എല്ലാ സാധനത്തിലും കയറണം, എല്ലാ റൈഡും എല്ലാ സാധനവും എല്ലാം എക്സ്പ്ലോർ ചെയ്യണം. എല്ലാ സ്ഥലത്തും പോയിട്ട് അതിൽ ഇതാണ് വർത്ത് എന്ന് ചെയ്തിട്ട് നമ്മൾ ട്രിപ്പ് ഷെഡ്യൂൾ ചെയ്യും. അപ്പോൾ ഞാൻ വെച്ചാൽ സിമ്പിൾ, ഒരു സ്ഥലത്ത് പോകുന്നു, സ്ഥലങ്ങൾ കാണുന്നു, ട്രിപ്പ് ഷെഡ്യൂൾ ചെയ്യുന്നു, സിമ്പിൾ, ചിന്ന വിഷയം, പോയി വരുന്നു എന്ന് പറഞ്ഞ് പോയതാ. അപ്പോൾ കംബോഡിയക്ക് പോകുമ്പോൾ ആദ്യമായിട്ട് ആ പുറത്ത് എയർപോർട്ടിൽ കാല് കുത്തി തന്നെ കാല് പറിച്ചു. എനിക്ക് മുഖപരിചയമുള്ള ഒരു മനുഷ്യ പോലെ, എല്ലാവരുടെയും മുഖം വേറെ പോലെ ഇരിക്കുന്നു. എയർപോർട്ടിൽ നിൽക്കുമ്പോൾ എൻ്റെ അടുത്ത് ഫോട്ടോ എടുക്കാനൊക്കെ 1-2 പേര് വന്നു, കാരണം അവർക്ക് വേറെ ഫേസ് ഞാൻ. അപ്പം ഞാൻ അത്രയും കാലം വിചാരിച്ചിരുന്നു, ഇപ്പോൾ കുഞ്ഞിലൊക്കെ ആണെങ്കിലും ഞാൻ അത്രയും കാലം വിചാരിച്ചിരുന്നത്, എനിക്കിപ്പോൾ ഞാൻ കോളേജ് പഠിക്കുമ്പോഴൊക്കെ ആണെങ്കിലും ഇവിടെയൊക്കെ ആകുമ്പോഴും ഞാൻ വിചാരിച്ചിരുന്നത് ഞാൻ ഫെയർ സ്കിൻഡ് ആണെന്നാണ്. അങ്ങനെയാണല്ലോ നമ്മൾ വിചാരിക്കുക. പക്ഷെ അവിടെ എത്തിയപ്പോൾ ഞാൻ മനസ്സിലായി എനിക്ക് അതുവരയ്ക്കും എന്താ പറയുക, ഇപ്പം നമ്മുടെ നാട്ടിലിപ്പോൾ ഡാർക്ക് സ്കിൻഡ് ആണെങ്കിൽ അയ്യോ കൊച്ചു കറുത്തുപോയി അങ്ങനെയൊക്കെ പറയില്ലേ, ഇതിൻ്റെ ഒന്നും വിഷമം എന്താ, ഇപ്പം എന്തായാലും എന്താ, മേക്സ് നോ ഡിഫറൻസ് എന്ന് നമ്മൾ ആദർശം പറയുമെങ്കിലും ഇതിലുള്ള പെയിൻ ഞാൻ റിയലൈസ് ചെയ്യുന്ന അവിടെ പോയതിനു ശേഷമാണ്. ബിക്കോസ് ഫോർ ദം വി ആർ ബ്ലാക്ക്. അപ്പോൾ ഈ ബ്ലാക്ക് ആൾക്കാരോട് അവർക്കുള്ള ഒരു അവേർഷൻ, റേസിസം ആണ് ബേസിക്കലി അവേർഷൻ. ഈ സാധനം ഇത് ചെയ്യുക. ഞാൻ എന്നെ സ്വയം ഒരു സുന്ദരിയായിട്ട് വിലയിരുത്തിയിട്ട് എല്ലാ സ്ഥലത്തും പോയിട്ട് ഞാൻ കാണാൻ കുഴപ്പമൊന്നുമില്ലല്ലോ, എന്നെ എല്ലാവർക്കും ഇഷ്ടമാവുമല്ലോ എന്നൊക്കെയുള്ള സാധനം വിചാരിച്ചിട്ട് അവരെല്ലാവരും ഈ എക്സ്പ്രഷൻ ഇടുമ്പോൾ നമുക്ക് എന്താ ഞാൻ ഇത്ര ബോറാണോ, ഞാൻ അഗ്ലിയാണോ, നമുക്ക് ആ ഒരു അഗ്ലി ഫീൽ വരികയാണ്, നമ്മൾ അഗ്ലിയാണ്. പിന്നെ നമുക്ക് ഡ്രസ്സ് എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുക. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ബുക്ക് ചെയ്തൊരു ഹോട്ടൽ വെരി ആവറേജ് ആയിട്ടുള്ള ഒരു ഹോട്ടലാണ് നമ്മൾ എടുക്കുക. കാരണം നമ്മൾ മാക്സിമം കോസ്റ്റ് കട്ട് ചെയ്യണമല്ലോ. അപ്പം എന്ന് വെച്ചാൽ മോശം സ്ഥലം എടുക്കാൻ സജന സമ്മതിക്കില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുപോകുന്നത് മാത്രമല്ല നമ്മളുടെ സേഫ്റ്റി മാറ്റേഴ്സ്. കാരണം സജനയ്ക്ക് വേണ്ടി പോകുന്ന അപ്പന്താടിക്ക് വേണ്ടി പോകുന്ന ആളാണല്ലോ. അപ്പോൾ ആവറേജ് ആയിട്ടുള്ള സ്ഥലം ഒരു 3 സ്റ്റാർ ഹോട്ടലാണ് ഞാൻ എടുത്തത്. ഞാൻ രാവിലെ 3 മണിക്കാണ്, പകല് 3 മണിക്കാണ്, ഏർലി മോർണിംഗ് അല്ല, വൈകിട്ട് 3 മണിക്ക് ആണ് ഞാൻ അവിടെ എത്തുന്നത്. ഞാൻ റൂമിലോട്ട് കയറി. അപ്പം അതൊരു 2 ഫ്ലോർ കയറി നമ്മൾ ബാഗൊക്കെ കയ്യിലെടുത്ത് പോകണം. ഈ UK പോകണ പോലെ അവർക്ക് ലിഫ്റ്റിലൊന്നും വലിയ വിശ്വാസമില്ലാത്ത ആൾക്കാരാണ്. അപ്പം ഞാൻ കയ്യിലെടുത്തൊക്കെ പോയി. അവിടെ എത്തിയത് പോയ ടയേർഡ് ലൈക്ക് ഹെൽ, മെൻ്റലി ഇമോഷണലി ഈ ട്രാവൽ എല്ലാം കൂടി ഉറങ്ങി. ഞാൻ പോകുമ്പോൾ അത് ശാന്തസുന്ദരമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. പുറത്ത് ഞാൻ സ്ട്രീറ്റിലൂടെ നടക്കുമ്പോൾ 2 സൈഡിലും മരങ്ങൾ, മറ്റേ കടകൾ, വളരെ മോഡസ്റ്റ് ആയിട്ടുള്ള കുറേ സ്ത്രീകൾ, വിനീത് ശ്രീനിവാസന്റെ സിനിമയ്ക്കൊക്കെ സെറ്റാക്കാൻ പറ്റിയ ഒരു ചെന്നൈ പാസൊക്കെ തോന്നുന്ന പോലത്തെ ഒരു സ്ഥലം. അപ്പൊ അതെ, കംബോഡിയ പാസം. എനിക്ക് ആ പാസം കൊണ്ടാണ് ഞാൻ മുകളിലോട്ട് കയറിയത്. മുകളിലോട്ട് കയറി ഞാൻ ഉറക്കം ഉണർന്നത് വൈകുന്നേരം ഒരു 7-8 മണി സമയത്താണ്. ഞാൻ മറ്റേ ഇത് മാറ്റി നോക്കിയതും പുറത്ത് ആക്ച്വലി ഇറ്റ്സ് എ സ്പേസ് ഫോർ പ്രോസ്റ്റിറ്റ്യൂഷൻ. മൊത്തം പകുതി ഡ്രസ്ഡ് ആയിട്ടുള്ള സ്ത്രീകൾ, അല്ലെങ്കിൽ ഇപ്പം ഹാഫ് നേക്ഡ് ആയിട്ടുള്ള ആൾക്കാർ, എനിക്ക് എല്ലാവരും. അപ്പം ആൾക്കാർ വന്ന് അവരുടെ ദേഹത്തൊക്കെ തൊട്ട് നോക്കിയിട്ടൊക്കെയാണ് ചൂസ് ചെയ്യുന്നത്.
മനസ്സിലായോ? ദേ ലിറ്ററലി ടച്ച് യുവർ കൈൻഡ് ഓഫ് ലിറ്ററലി ടച്ച് യുവർ ബൂബ്സ്, ലിറ്ററലി കിസ് യു, എന്നിട്ടൊക്കെ കൂടെ കൊണ്ടുപോകുന്ന സ്ഥലം. അവിടെ പുറത്തിറങ്ങി ഞാൻ ആരും കൊണ്ടുപോകില്ല, കാരണം അവിടെ ആർക്കും തന്നെ വേണ്ട. എന്നാലും നമുക്കൊരു പേടി വരുമല്ലോ, അയ്യോ ഞാൻ എനിക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല, രാത്രി മൊത്തം ഞാൻ പേടിച്ച് ഒറ്റയ്ക്കുവാണല്ലോ. അപ്പം ഒരാൾ ദൂരേന്ന് ഭക്ഷണം, ഞാൻ പറഞ്ഞല്ലോ പുറത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് കഴിക്കാനുള്ള കഴിവില്ല. ഞാൻ ഭക്ഷണം, ഞാൻ ഫ്രൂട്ട്സ് ഒക്കെ വെച്ച് ജ്യൂസ് കുടിക്കും. ഞാൻ എക്സ്പെൻസീവ് ആവുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഇപ്പോൾ ഒരു നല്ല സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ജ്യൂസിന് ഇവിടെ 250 രൂപ എന്ന് പറഞ്ഞ പോലെ അവിടെ അങ്ങനെ ഇരിക്കുക, ഫുഡിന് അത്രയും വിലയില്ല. അങ്ങനെ ജ്യൂസ് കുടിച്ചൊക്കെ കേട്ടോ ഞാൻ കാശ് കളയുന്നത്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഒരാൾ ജനലിൽ നിന്ന് അപ്പുറം ദൂരേന്ന് ഇങ്ങനെ നോക്കി എൻ്റെ ജനലിലോട്ട് നോക്കി. അപ്പം ഇയാളെ ഞാൻ ആലോചിക്കും, അവിടെ താഴെ പോയിട്ട് ഞാൻ മലയാളത്തിൽ എന്ത് പറഞ്ഞാലും അവർക്കത് മനസ്സിലാവില്ലല്ലോ, എനിക്ക് താല്പര്യമില്ലാന്ന് ഞാൻ എങ്ങനെ, അവർക്ക് ഇംഗ്ലീഷും അറിയില്ലല്ലോ. എന്നെ ഒരാളെ സെലക്ട് ചെയ്തിരുന്നെങ്കിൽ ഞാൻ മറ്റേ 3 ബാത്തുമായിട്ട് മറ്റേ ഒരു വല്ല 100-ൻ്റെയും നോട്ടുമായിട്ട് ഞാൻ ഇരുന്നേനെ, എല്ലാം പോയി ചേട്ടാന്നും പറഞ്ഞിട്ട്. അത്ര എനിക്ക് വേറെ റിജക്റ്റ് ചെയ്യാനോ ഇവരെനിക്ക് വേണ്ടാന്നൊന്നും പറയാൻ പറ്റില്ലായിരിക്കും. അങ്ങനെ ഞാൻ ശരിക്കും പേടിച്ചു. അത് കഴിഞ്ഞ് കംബോഡിയയിൽ നിന്ന് ട്രാൻസ്ഫർ ഉണ്ടല്ലോ, എങ്ങനെയൊക്കെയോ കംബോഡിയ തീർത്തു. വിയറ്റ്നാമിൽ പോയി കഴിഞ്ഞാൽ സൂപ്പറാണെന്നാണ് വിചാരിക്കുന്നത്. വിയറ്റ്നാമിൽ ഇതിലും പ്രശ്നം, ആൾക്കാർക്ക് നമ്മളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അപ്പോൾ വിയറ്റ്നാം അതിൽ ബെറ്റർ ആയിട്ടുള്ള സ്ഥലങ്ങൾ നമ്മൾ എടുക്കും, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൾക്കാരെ കൊണ്ടുപോകാനാണല്ലോ. വിയറ്റ്നാമിലോട്ട് ട്രാൻസിറ്റ് ബസ് ത്രൂ ആയിരുന്നു ഞാൻ ചെയ്തത്, ഞാൻ ഫ്ലൈറ്റ് എടുത്തില്ല. അതിൽ ബസ്സിൽ കയറി കഴിഞ്ഞ് ഇവരോട് എന്ത് വെച്ചാൽ ഇവർക്ക് ദേഷ്യമാണ് ബസ്സുകാർക്ക് നമ്മളോട്. ആ ഒരു ആറ്റിറ്റ്യൂഡാണ്, പൊക്കോ 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 എന്നുള്ളത്. ഞാൻ മലയാളത്തിൽ പറഞ്ഞു നോക്കി, ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കി, ഹിന്ദി പറഞ്ഞു നോക്കി, ഇതൊന്നും ഇവർക്ക് അറിയില്ല എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പം നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ അവർ മുഖത്തോട്ടേ നോക്കില്ല. അപ്പം ഞാൻ പെട്ടെന്ന് ചപ്പലിട്ട്, അവിടെ ബസ്സിലോട്ട് ചപ്പലിട്ട് കയറാൻ പറ്റില്ല, ചപ്പൽ ഊരി നമ്മളൊരു കവറിലിടണം, അത്രയും ഇതാണ് ആചാരമാണ് അവിടുത്തെ. ശരണവിളിയിൽ വന്ന് മാറ്റമൊന്നും എനിക്കറിയില്ലല്ലോ. അപ്പം ഞാൻ കയറി, അവരെന്നെ വഴക്ക് പറഞ്ഞു, എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു, കാരണം ഒരു പരിചയമില്ലാത്തൊരുത്തിന് എന്നെ കയറി, എൻ്റെ ഉപ്പ പോലും എന്നെ അങ്ങനെ വഴക്ക് പറഞ്ഞിട്ടില്ല. അപ്പം എൻ്റെ കാമുകം പോലും എടീന്ന് വിളിച്ചിട്ടില്ല. അപ്പോഴാണ് അതിനേക്കാൾ മോശമായിട്ടുള്ള എന്തൊക്കെയോ പറയുന്നത്. അപ്പം ഞാൻ കയറി, ഞാൻ ഒരു സ്ഥലത്ത് എങ്ങനെയൊക്കെയോ ഇരുന്നു. പക്ഷേ പാസ്പോർട്ട് കൺട്രോൾ എത്തുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ബസ് ഒരു സ്ഥലത്ത് നിന്ന് പോയിട്ട്, പിന്നെ നമുക്ക് അവിടെ ബസ്സിൽ പോകാൻ പറ്റില്ല, ബസ് ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തോട്ട് പോകും. നമ്മൾ നടന്ന് ഈ പാസ്പോർട്ട് എല്ലാം ചെക്ക് ചെയ്ത്, നമ്മുടെ പാസ്പോർട്ട് ബസ്സുകാർ കൊണ്ടുപോകും, അവരുടെ കയ്യിൽ അവരാണ് അത് ഒരുമിച്ച് കൊടുക്കുക. നമ്മുടെ കയ്യിൽ നമ്മുടെ ഫോൺ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മളിതെല്ലാം ചെക്ക് ചെയ്തിട്ട് ഇവിടുന്ന് മറ്റേ മൊത്തം ബോഡി ചെക്കും മറ്റേ സെക്യൂരിറ്റി ചെക്കിനും എല്ലാം കഴിഞ്ഞ് അപ്പുറത്ത് ബസ്സുള്ള സ്ഥലത്തോട്ട് നടന്നു പോകണം. ഈ ബസ്സിൻ്റെ ഒക്കെ നമ്പർ നമുക്ക് വായിക്കാൻ പറ്റില്ല, കാരണം ഇത് അവരുടെ ഭാഷയിൽ എഴുതിയിരിക്കുന്നത്. നമ്മളുടെ ബസ് ഏതാന്ന് പോലും നമുക്കറിയാം. അവർ ഒരു സമയത്തിന് കൂടുതൽ അവരവിടെ വെയിറ്റ് ചെയ്യില്ല. അപ്പോൾ ആ മൊമെൻറ്റിൽ ഞാൻ ആ കംബോഡിയയിൽ എന്ത് ചെയ്തേനെ, എൻ്റെ ബസ് എടുത്ത് പോയിരുന്നെങ്കിൽ, കാരണം എനിക്ക് ഒന്നും അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. സീരിയസ്ലി ഞാൻ ട്രബിൾഡായി. സെക്യൂരിറ്റി ചെക്കിങ്ങിലൊക്കെ എൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ വേർത്തുകൊണ്ടും വിറച്ചുകൊണ്ടിരിക്കുക. എന്നെ അവിടെ ആർക്കും ഇഷ്ടമല്ല. 1, അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യില്ല. 2, ഡീപ്പോർട്ട് ചെയ്യെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നു. പിന്നെ ആ ബസ് കണ്ട് ബസ്സിലോട്ട് ഇങ്ങനെ നടന്ന് ബസ് എടുക്കാൻ നിൽക്കുക, അവർ നമ്മളെ പേടിപ്പിക്കാനും കൂടി വേണ്ടി ബസ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഞാൻ ഓടിപ്പോയി കയറി സീറ്റിൽ ഇരുന്നിട്ട് ഞാൻ കരഞ്ഞു, മൂങ്ങി തീർത്ത ആ സങ്കടം അങ്ങോട്ട്. ഞാൻ കരയുന്ന കണ്ടപ്പോൾ അയാൾക്ക് ഒരു പാവം തോന്നുക നമ്മൾ ഒരിക്കില്ല, എന്നെ അവർ നമ്മുടെ മുഖത്തോട്ട് പോലും നോക്കില്ല. അവർക്ക് നമ്മൾ കരയാന്ന് പോലും, അവർ നമ്മളെന്തെങ്കിലും പറയാന്നിരിക്കും എന്ന് പറഞ്ഞാൽ, ഞാൻ അവിടുന്ന് രാവിലെ അവിടെ എത്തുന്ന വരയ്ക്കും ഞാൻ ഈ എക്സ്പ്രഷനിലാണ് ഞാൻ തിരിച്ചെത്തിയത്. പിന്നീട് ഈ റൂട്ടിൽ നിങ്ങൾ വേണ്ടി ആൾക്കാരെ കൊണ്ടുപോയി, ഇഷ്ടംപോലെ ആൾക്കാരെ കൊണ്ടുപോയി. യാത്ര ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ഓർഗനൈസ് ചെയ്താ വന്നത് ആണ്. ഞാൻ അവിടുന്ന് മൊത്തം പ്ലാൻ കഴിവുണ്ട്. ഞാൻ അവിടുന്ന് മൊത്തം എല്ലാ സ്ഥലത്തും പോയി. വിയറ്റ്നാം ഒക്കെ അവിടെയൊക്കെ വില പേശി നമ്മൾ ഹോട്ടൽസ് ഒക്കെ എടുത്തു, വിയറ്റ്നാം ഒക്കെ എക്സ്പ്ലോർ ചെയ്തു, എല്ലാം കഴിഞ്ഞു. ഞാൻ ആദ്യമായിട്ട് ഒരു മിക്സ്ഡ് ഹോസ്റ്റലിൽ നിൽക്കുന്ന അപ്പോഴാണ്, ഈ ആമ്പിളരും പെമ്പിളരും അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഞാൻ ആദ്യമായിട്ട് അങ്ങനെ നിൽക്കുന്നത്. അപ്പം നമുക്ക് മറ്റേ എന്താണ്, വാഷ്റൂമിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ വഴുതി വീഴാനുള്ള സ്കോപ്പുള്ള സ്ഥലങ്ങളാണ് അവിടെ, കാരണം മൊത്തം കോണ്ടം കവർ അത് ഇത്. അപ്പം നമ്മൾ വിചാരിക്കും നമ്മൾക്ക് ഇവിടെ ഇവര്, പക്ഷെ അവരൊന്നും നമ്മളൊന്നും ചെയ്യില്ല, അവർക്ക് നമ്മളെ വേണ്ട. അതാണ് ഹൈലൈറ്റ്. നമുക്ക് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല, ആരും നമ്മളെ മുഖത്ത് പോലും നോക്കില്ല, അവർക്ക് നമ്മളെ മ്ലേച്ഛമാണ്. പക്ഷേ ഐ സർവൈവ്ഡ്. അത് സർവൈവലായിട്ട് ഇപ്പം അതെനിക്ക് ആലോചിക്കുമ്പോൾ അതൊരു അച്ചീവ്മെൻ്റാണ്. ഞാൻ അവിടെ പോയി തിരിച്ച് ജീവനോടെ വന്നു. എനിക്ക് ഹിന്ദി അറിയില്ല കേട്ടോ. അപ്പം നോർത്തിൽ ഇപ്പോൾ ട്രിപ്പ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം ഞാൻ ചെയ്യാന്ന് പറയുന്നത്, നമ്മളുടെ ഹോട്ടലിലെ മാനേജറോട് സ്വീറ്റ് ആയിട്ട് സംസാരിക്കാന്നാണ്. അപ്പോൾ പുള്ളി വിചാരിക്കും എനിക്ക് പുള്ളിയോട് എന്തോ താല്പര്യമുണ്ടെന്ന്, പക്ഷെ എനിക്കൊരു താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ എപ്പോഴും പറയും, പക്ഷെ ഞാൻ എന്ത് ആംഗ്യം കാണിച്ചാലും അവരെനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. എല്ലാ ബഡ്ഡിമാരോടും ദേഷ്യപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ പോലും എൻ്റെ അടുത്ത് ഭയങ്കര സ്വീറ്റായിട്ട് നിൽക്കും, കാരണം ഞാൻ അവരോട് ബയ്യ എന്നൊക്കെ പറയുമ്പോൾ അവർ പിന്നെ ബയ്യ എന്നൊന്നും വിളിക്കേണ്ട ആ സാധനത്തിലാവും. അവരെ ഞാൻ മലയാളവും പഠിപ്പിക്കും. അങ്ങനെയാണ് ഞങ്ങൾ തിരിച്ചു വരിക. എന്നിട്ട് ആ സമയത്ത് ഹിറ്റായിട്ടുള്ള ഒരു ഡയലോഗായിരുന്നു, ഇല്ല ഇല്ല, ഇത് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ എന്തെങ്കിലും ഒരു സാധനം കിട്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ വായിൽ അത് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. ഹസ്കി വോയിസിൽ ഇങ്ങനെ ഇല്ല വേണ്ട ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങളുടെ കാശ്മീർ ട്രിപ്പിൽ
ഫുൾ ഏജ്ഡ് ആയിട്ടുള്ള ചില്ലായിട്ടുള്ള ആൾക്കാരാണ്. എനിക്ക് വരെ കുതിരപ്പുറത്ത് അതിൻ്റെ മുകളിൽ കയറാൻ പേടിയുള്ളപ്പം ആൻറ്റിമാരൊക്കെ എടുത്ത് മരിയാൻറ്റി എന്നൊക്കെ പറഞ്ഞാൽ ആൻറ്റി കയറി വേണേ എന്ത് നോക്കിക്കാണ് ഈ സാധനമാണ്. തിരിച്ചു വരുമ്പോഴേക്കും ഇവരെല്ലാം ടീച്ചേഴ്സ്, റിട്ടയർഡ് ടീച്ചേഴ്സ്, ഇവരെല്ലാവരും ഡ്രൈവർ ചേട്ടനോട് ഇല്ല ഈ പ്രായത്തിൽ അവരത് ഞാനവരെ പഠിപ്പിച്ചു. അതാണ് എൻ്റെ കഴിവ്. ഇത്രയും ടീച്ചേഴ്സും ഡോക്ടേഴ്സും ഇവരൊക്കെ എല്ലാവരോടും എല്ലാ വഴിയിലൊക്കെ ഇരുന്ന് ഒരു ഫ്ലേർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. വേണ്ട ഇല്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും ഫ്ലേർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ എൻ്റെ ആ കഴിവ് ഞാൻ എല്ലാവർക്കും കൊടുത്തു. അതാണ്. ഒരുപാട് നേരം നമ്മൾ ഒരുപാട് കഥകൾ പറഞ്ഞു, ഒരുപാട് ചിരിപ്പിച്ചു. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ക്യാമറയുടെ പുറകിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ചിരിക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ ഒരു ലൈഫ് ഇങ്ങനെ ഭയങ്കര പ്ലസന്റ് ആയി കൊണ്ടുപോകുന്നത്? തേപ്പ് കിട്ടിയിട്ട് നമ്മളെ ആൾക്കാർ കുറേ പറ്റിക്കുകയും നമ്മളോട് ആൾക്കാർ നമ്മൾ കാണിക്കുന്ന സ്നേഹം ഒക്കെ ആൾക്കാർ മിസ്യൂസ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആൾക്കാരെ മനസ്സിലാക്കാൻ പഠിക്കും. പിന്നെ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ മനുഷ്യന്മാരെ പഠിക്കും. ഇതൊക്കെയാണ് ഇത്രയും നമ്മൾ എക്സ്പെക്ട് ചെയ്യാവുള്ളൂ, നമുക്ക് ലെസ് എക്സ്പെക്ടേഷൻസ് മതി എന്നൊക്കെ ഉള്ളത് നമ്മൾ ട്രാവലിൽ നിന്നാണ് പഠിക്കുന്നത്. ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ഒരു സിറ്റി, എല്ലാവർക്കും മലകളും കാടും ഒക്കെയാണ് ഇഷ്ടമെങ്കിൽ എനിക്ക് സിറ്റിയാണ് ഇഷ്ടം. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ദുബായിയാണ്. ഞാൻ 2 തവണ എൻ്റെ സ്വന്തം കാശ് മുടക്കി പോയൊരു സ്ഥലം ദുബായി ആയിരിക്കും. കാരണം എൻ്റെ ഉപ്പ ദുബായിൽ ജോലി ചെയ്തിട്ടുണ്ട്. ജോലി ചെയ്തെന്ന് പറയാൻ പറ്റില്ല, ഉപ്പ അവിടെ തിരിച്ചു പോന്നു. ജോലിക്ക് വേണ്ടിയിട്ടാണ് ഉപ്പേനെ അങ്ങോട്ട് വിട്ടത്. അപ്പം ഉപ്പ പറയും, ഉപ്പ അവിടെ പള്ളിയിൽ ഉറങ്ങിയ ഉപ്പേനെ ജയിലിൽ കിടത്തിയിട്ടുണ്ട്. അപ്പോൾ ഉപ്പയുടെ കഥകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഉപ്പയ്ക്ക് 2ാം ക്ലാസ് വരെ വിദ്യാഭ്യാസമുള്ളൂ. പക്ഷേ അത്രയും എന്താ പറയുക, ഇപ്പോൾ ഉപ്പയുടെ ഒരു വിഷനും ഉപ്പയുടെ ഒരു ക്ലാരിറ്റിയും ഉപ്പയുടെ ഒരു തോട്ടും ഉപ്പ എൻ്റെ ഉമ്മേനെ പറഞ്ഞ് മനസ്സിലാക്കും. ഉമ്മ ഇപ്പം ഈ നടിമാരൊക്കെ ഈ ഡ്രസ്സ് ഇടുമ്പോൾ ഇവരെ നോക്കില്ല, ഉപ്പ പറയും ഇവരെ നീ വിചാരിക്കുന്ന പോലെ അങ്ങനെ ഇവർക്കൊന്നും കയറി സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാരൊന്നുമല്ല. എൻ്റെ ഉപ്പ 2ാം ക്ലാസ്സുകാരനും യാഥാസ്ഥിതികനുമാണെന്ന് ആലോചിക്കണം. ഒരു മുസ്ലിം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഇപ്പോൾ അവർ ഷോള് പൊതിച്ചിട്ടാ പോവുക. എന്നിട്ട് അവരുടെ ആ സീൻ കഴിയുമ്പോൾ അവർ തിരിച്ചു പോകും. അവരെ നീ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല, അങ്ങനെ ഇങ്ങനെ പറഞ്ഞു. ഉപ്പ അത് ഭയങ്കര ക്ലാരിറ്റി. ഉപ്പ എങ്ങനെ റെസ്പെക്ട് ചെയ്യുന്നു സ്ത്രീകളെ, ഉപ്പ എങ്ങനെയാണ് ആൾക്കാരെ കാണുന്നത്. ഉപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് സിനിമയ്ക്ക്. എനിക്ക് അങ്ങനെ സിനിമയോടായിട്ട് ഭയങ്കര ഇതൊന്നുമില്ല. ഞാനൊരു സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ആക്ച്വലി കാതലിന് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ലീഗൽ ഇത് ചെയ്തത്. അപ്പം എനിക്ക് ഉപ്പ പറഞ്ഞിട്ടാണ്. ഉപ്പയ്ക്ക് മമ്മൂക്കേനെ ഇഷ്ടമാണ് ഉപ്പയ്ക്ക്. അപ്പം ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും ചെറിഷ് ചെയ്യുന്ന ഒരു മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്ക എന്നെ വക്കീലെ എന്ന് വിളിച്ചൊരു സംശയം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ്. അപ്പം ഞാൻ എന്നെയാണോ സ്കൂൾ പ്രിൻസിപ്പളിനെ വിളിച്ച പോലെ ഞാനിങ്ങനെ പ്രിൻസിപ്പൾ വിളിക്കുന്ന പോലെ ഞാനിങ്ങനെ സ്റ്റക്കായി നിന്നു. അപ്പോൾ ഉപ്പ പറഞ്ഞ കഥകളാണ് എൻ്റെ ലോകം. ഉപ്പ കമൽഹാസനെ പറ്റി പറയുന്നു, ഉപ്പ മറ്റേ ഇതിനെ പറ്റി പറയുന്നു, ഉപ്പ കണ്ട സിനിമകൾ. അപ്പം ഞാൻ തമിഴിലോട്ട് ഭയങ്കര ഇതാവുന്നതും ഒക്കെ ഉപ്പയുടെ ഒരു ഇതാണ്. അങ്ങനെ ഉപ്പ പറഞ്ഞ കഥകളിലാണ് ദേര മാർക്കറ്റ്, ദുബായ്. ആ ഉപ്പ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ അതിലൂടെ നടക്കുമ്പോൾ എനിക്ക് ഞാൻ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ എനിക്ക് കരച്ചിൽ വരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഉപ്പയുടെ സഫറിങ്സ് എനിക്ക് ഓർമ്മ വരും. ഇപ്പോൾ ഉപ്പയുടെ ബുദ്ധിമുട്ടുകൾ എനിക്ക് ഓർമ്മ വരും. ഉപ്പ ഇവിടെ ഞാൻ അവിടെ ഒരു ട്രാവലറായിട്ടും ടൂറിസ്റ്റായിട്ടാണ് പോകുന്നത്. അവിടെ ജോലി ഇല്ലാത്ത ഒരാൾക്ക് സർവൈവ് ചെയ്യാൻ എന്തുമാത്രം ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ എൻ്റെ ഉപ്പയുടെ ഭയങ്കര ഫേവറേറ്റും ഉപ്പ എൻ്റെ ഭയങ്കര ഫേവറേറ്റുമാണ്. ഞങ്ങൾ രണ്ടുപേരും കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്തും. എൻ്റെ ഉപ്പ എന്നെ മോളെ എന്നല്ലാതെ ഇതുവരെ വിളിച്ചിട്ടില്ല. ഇതുവരെ മോളെ എന്നല്ലാതെ എടീന്നോ മോളെ വാവേ എന്നല്ലാതെ എന്നെ വിളിച്ചിട്ടില്ല. എനിക്ക് 30 വയസ്സായി എന്നുള്ള എൻ്റെ ഉപ്പ ഒരിക്കലും അംഗീകരിക്കില്ല. ഉപ്പയ്ക്ക് ഇപ്പോഴും എനിക്ക് 3 വയസ്സാണ്. അപ്പോൾ ഉപ്പ എന്നെ അങ്ങനെയാണ് നോക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര പോസിറ്റീവായിട്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ദുബായിൽ നടക്കുമ്പോൾ എനിക്ക് ഉപ്പേനെ ഓർമ്മ വരും. ഞാൻ അതിലൂടെ ഞാൻ പറഞ്ഞ പോലെ ദേര മാർക്കറ്റിൽ ഉപ്പ അവിടെ ഇന്ന സ്ഥലമുണ്ട്, അവിടെ പോകണം, ഇവിടെ ഞാൻ ഇത് എക്സ്പീരിയൻസ് ചെയ്തു. ആൻഡ് ഞാൻ അവിടെ എൻ്റെ അളിയൻ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരു തവണ അളിയനെ കാണാൻ പോയിരുന്നു. അപ്പോഴാണ് എനിക്ക് ജോലി ചെയ്യുന്ന ആൾക്കാരുടെ അവിടുത്തെ ലൈഫ് എന്താണെന്ന് ഞാൻ റിയലൈസ് ചെയ്തത്. അപ്പോഴാണ് അവർ താമസിക്കുന്നത്, അവർ റൂം ഷെയർ ചെയ്യുന്നത്, അവരുടെ ബുദ്ധിമുട്ടുകൾ ഒക്കെ. അപ്പോൾ അത് വേറൊരു പാർട്ടാണ് ട്രാവലിൻ്റെ. എനിക്ക് റിയലൈസേഷൻസ് വരാറുണ്ട്. എനിക്ക് ചിരിയും തമാശയും ഒന്നും അല്ല, എനിക്ക് റിയലൈസേഷൻസ് ഇഷ്ടം പോലെ വരാറുണ്ട്. ആൻഡ് ദാറ്റ് ഹെൽപ്പ് മീ ആസ് എ പേഴ്സൺ ടു ഇംപ്രൂവ് മൈസെൽഫ്. അതാണ്. ഓക്കെ, ഈ യാത്രകളിൽ എന്തെങ്കിലും മോശം അനുഭവങ്ങൾ? ഞാൻ പറഞ്ഞല്ലോ, ഓഫീസിൽ നിന്ന് സാർ ഞങ്ങൾ എല്ലാ സ്ഥലത്തും കൊണ്ടുപോകും. നമ്മൾ ഏത് ട്രാവൽ ഉണ്ടെങ്കിലും നമ്മൾ ഇടിച്ചു കയറി അതിൽ പോവും. അപ്പം ഇതുപോലെ ഞാൻ അവിടെ നിന്ന് ഇൻഡിപെൻഡൻ്റ് ആയി കഴിഞ്ഞതിന് ശേഷം ഞാൻ നോക്കിയ കേസുകൾക്ക് ഞാൻ പോകും. കാരണം അന്ന് എനിക്ക് എന്ത് വർക്ക് ഉണ്ടെങ്കിലും എനിക്ക് ആ കേസിനേക്കാളും അതിൽ ഞാൻ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും സാറിൻ്റെ കൂടെ കത്തിവെച്ച് പോവുക. സാറുണ്ടാവും, അമലുണ്ടാവും, വിപിനുണ്ടാവും. അപ്പം ഞങ്ങൾ കത്തിവെച്ച് പോകുക പറഞ്ഞാൽ ഞങ്ങളുടെ വേറെ വേൾഡാണ്. ഞങ്ങളിപ്പോൾ ഒരു സീനിയർ ജൂനിയേഴ്സ് എന്നുള്ള പോലെയല്ല ഞങ്ങൾ ആരും തന്നെ നിൽക്കുന്നത്. ഇപ്പം സാറിനെ ഞങ്ങൾ കളിയാക്കും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ എന്താ പറയുക, ഞങ്ങളെല്ലാവരും കൂടി എൻ്റെ ഫ്ലാറ്റിലൊരു തവണ അപ്പം കൂടിയപ്പം സാറ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ശില്പ കഴിച്ചിട്ട് വിപിൻ്റെ വൈഫ് കഴിച്ചിട്ട് ഒരു സ്ഥലത്ത് എല്ല് മാത്രം കൂട്ടിയിടുന്നുണ്ട്. സാറ് നോൺ വെജ് റീസെന്റ് കഴിച്ച് സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ സാറിന് അറിയില്ല. അപ്പോൾ സാറിന് ഇതിലൊന്നും മീറ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ സാറ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ശില്പ തുപ്പി കഴിഞ്ഞ എല്ല്. സീരിയസ്ലി അതാണ്, അത്രയ്ക്കാണ്. എന്നിട്ട് ഞങ്ങൾ പറയും സാറ് എന്താണ് എൻ്റെ ഫ്രണ്ടാന്ന് വിചാരിച്ച് സാർ എൻ്റെ റൂംമേറ്റിൻ്റെ അടുത്ത് ഹായ് മോളെ എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് എൻ്റെ റൂംമേറ്റ് ആണ്, അത് നമ്മൾ ഉദ്ദേശിച്ചത് ആൾക്കാർ. ഞങ്ങൾ അങ്ങനെ സാറിനെ കളിയാക്കും. സാർ ഒരു സീനിയർ ആണെന്നൊന്നുമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അവരുടെ കൂടെ പോകുന്നത്. നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കാനും ഇത് പറയാനും. എൻ്റെ മെൻറ്ററാണ്, എനിക്കെല്ലാം പറഞ്ഞു എന്തും പഠിപ്പിച്ചെന്നൊക്കെ സാറാണ്. ഞാനിപ്പോൾ പ്രൊഫഷണൽ എക്സൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഇത്രയും ക്ലയൻസ് ഉണ്ടെങ്കിൽ, ഞാൻ ഇതിൽ നിന്ന് സമ്പാദിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ റീസൺ എൻ്റെ സീനിയറാണ്. അപ്പം
ഈ ഇവരുടെ കൂടെ ഞാൻ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു നമ്മൾ 2 കാറിൽ പോകണ്ട, അത് എന്തായാലും പോകില്ല. അപ്പം ഞാൻ ഹൈക്കോർട്ടിൽ പോയിട്ട്, ഞാൻ കാക്കനാട് താമസിക്കുന്നു, ഹൈക്കോർട്ടിൽ പോയിട്ട് ഒരുമിച്ച് പോകുന്നതിനേക്കാൾ നല്ല ഞാൻ വഴിയിൽ നിന്ന് ജോയിൻ ചെയ്യുന്നതാണല്ലോ. അപ്പോൾ യൂഷ്വലി എൻ്റെ ഡ്രസ്സിംഗ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ഞാൻ ഒരു 3 ദിവസം ചുരിദാർ ഇടും, ഒരു ദിവസം പാൻസും ഷർട്ടും ഇടും, വൈറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെയാണ്, ഒരു ദിവസം സാരി എടുക്കും, അങ്ങനെയായിരിക്കും. നമ്മൾ വക്കീലന്മാരെല്ലാവരും തന്നെ അങ്ങനെയാണ് ചെയ്യുന്നത്, ആ ഏജ് ഗ്രൂപ്പിലുള്ള എല്ലാവരും. ഇപ്പം ഡെയിലി പാൻസും ഷർട്ടും ഇടുന്നവരുണ്ട്, ഡെയിലി അങ്ങനെയൊക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പം എനിക്കിപ്പോൾ ഭയങ്കരമായിട്ടൊരു സ്ട്രക്ചറോ അല്ലെങ്കിൽ എൻ്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ് ഭയങ്കര എന്താ പറയുക, എല്ലാവരും പറയുമ്പോൾ ഇപ്പം ഭയങ്കര ഇതുള്ള ആൾക്കാരെ ആണെങ്കിൽ നോക്കും, അല്ലെങ്കിൽ ഭയങ്കര ബാക്ക് ഉണ്ടെങ്കിൽ നോക്കും, ഭയങ്കര ഫ്രണ്ട് ഉണ്ടെങ്കിൽ നോക്കും. എനിക്കങ്ങനെ ഭയങ്കരമായിട്ടൊന്നും തന്നെ. അപ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മൾ ആരും നോക്കില്ലായിരിക്കും, നമ്മൾ ആരും ഉപദ്രവിക്കില്ലായിരിക്കും എന്നാണ് നമ്മളുടെ ഒരു ഇത്. പിന്നെ നമ്മളെ ഒരു പെൺകുട്ടിയായിട്ടോ ഒരു സെക്ഷലൈസ്ഡ് ഒരു ഫിഗർ ആയിട്ടോ നമ്മളെ കാണുന്നില്ലല്ലോ. അപ്പം എന്താണ്, എനിക്ക് അങ്ങനെ ഒരാളെ എന്നെ നോക്കാനുള്ള കഴിവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു ഊബർ എടുത്തിട്ട് പോയിട്ട് ഞാൻ മുട്ടത്ത് നിന്നു. അപ്പോൾ അവരൊരു 10 മിനിറ്റും കൂടി എടുക്കും എത്താൻ. മുട്ടം കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് നിൽക്കുന്ന സമയമാണ്, മെട്രോ സ്റ്റേഷൻ്റെ താഴെ. അപ്പോൾ അവിടെ ഒരു ഭിക്ഷക്കാരൻ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭിക്ഷക്കാരനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഈ ഒരു ഭിക്ഷക്കാരനല്ലേ, ഇയാളിനെ എന്നെ ഉപദ്രവിക്കുമോ എന്ന് ഞാൻ വിചാരിച്ചു. ആ മൊമെൻറ്റിൽ നമ്മളുടെ ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ മോശം കാര്യമാണ് പറയുന്നത്. അവിടെ ഞാൻ നിന്നു. ഐ വാസ് വെയറിങ് എ പാൻസ് ആൻഡ് ഷർട്ട്. അവിടെ ഞാൻ നിന്നു. നിന്നൊരു 10 മിനിറ്റിൽ എനിക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരുന്നു. ആ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഐ റിയലൈസ്ഡ് ഞാനൊരു വണ്ടി 3ാമത്തെ തവണയാണ് കാണുന്നത്. ഒരേ സ്കൂട്ടറിൽ 2 പേരെ ഞാൻ 3ാമത്തെ തവണയാണ് കാണുന്നത്. അവരങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനും ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് ആരും ഇല്ലാത്ത സ്ഥലത്ത് നിൽക്കുന്നു. അവർക്ക് എന്താ അറിയേണ്ടത്, കിട്ടുമെന്ന് അറിയണം, കൂടെ വരുമെന്ന് അറിയേണ്ടത്, ഒന്നുമില്ലെങ്കിൽ അവർക്ക് എന്നോട് എന്തോ പറയണം. അവരുടെ ആക്ഷൻസും കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഇരുന്ന പിച്ചക്കാരൻ നീങ്ങി എൻ്റെ അടുത്തിരുന്നു. അപ്പോൾ അവർ പോയി. പുള്ളി എൻ്റെ മുഖത്തോട്ട് പോലും നോക്കിയിട്ടില്ല. ഒരു പെണ്ണ് ഒറ്റയ്ക്ക് നിൽക്കുന്നു, ഹി ഹെൽപ്പ് മീ. അപ്പം ഞാൻ അവിടെ ജഡ്ജ് ചെയ്ത ആ പേഴ്സണാണ് എന്നെ, അയാൾ എന്നെ ഉപദ്രവിക്കുന്നതായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു സാധനം. അല്ലെങ്കിൽ അയാൾ എന്നെ മോശമായിട്ട് നോക്കും, അയാളുടെ നോട്ടം ശരിയല്ല, ഇങ്ങനെയായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷെ അവരല്ല. ദെൻ ഐ റിയലൈസ്ഡ് ഒന്നും മാറിയിട്ടില്ല ഇവിടെ, നമ്മളുടെ സിറ്റുവേഷൻസ് ആണ് മാറിയത്. ഈ മോശ അനുഭവങ്ങൾ യാത്രയിൽ ഓൾ അലോങ് ഉണ്ടാവും. ബസ്സിൽ റിയലി ട്രാൻസ്പോർട്ടേഷൻ, ബസ്സിലോ മെട്രോയിൽ ചിലപ്പോൾ അത്ര ഉണ്ടാവില്ലായിരിക്കും, പക്ഷെ ബസ്സിലും ഇതിലൊക്കെ ട്രാൻസ്പോർട്ടേഷൻ ഇങ്ങനെ പോകുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഇത് ഈ നോട്ടവും ഇതും ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ടായിരിക്കും. ഞാൻ ചിലപ്പോൾ വക്കീലായതുകൊണ്ട് എൻ്റെ കൂട്ടത്തിലാരും ചിലപ്പോൾ എൻ്റെ അടുത്ത് മിസ്ബിഹേവ് ചെയ്യുന്നുണ്ടായിരിക്കില്ല. ഇതിനൊക്കെ കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അവർ ചെയ്യാത്തത് ചിലപ്പോൾ എന്തെങ്കിലും കാരണങ്ങളുണ്ടായിരിക്കും. ഇതൊക്കെ തന്നെയാണ് യാത്രകളാണെങ്കിലും നമ്മൾ സംഭവിക്കുന്നത്. ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ആൾക്കാരെ അറിയില്ല. നമ്മൾ ജഡ്ജ് ചെയ്യുന്ന ആൾക്കാർ നമ്മൾ ഭയങ്കര റോങ് ജഡ്ജ്മെന്റ്സ് നടത്തും. ഇവരാണ് നമ്മൾ പെർഫെക്റ്റ് എന്ന് വിചാരിക്കുന്നത്. അവരുടെ അപ്പിയറൻസ് കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ സംസാരം കൊണ്ടോ അവർ നല്ലതെന്ന് വിചാരിക്കുന്ന ആളായിരിക്കും നമ്മളോട് മോശമായിട്ട് പെരുമാറുക. സോ വി ലേൺ ടു ജഡ്ജ് പീപ്പിൾ ഇൻ എ വേ. അതായത് നമ്മൾ ആൾക്കാരെ പ്രീ ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞ സാധനം പോവും. കാരണം അവരെ നമ്മൾ അടുത്തറിയാതെ നമ്മൾ അവരെ പറ്റി പിന്നെ ഒന്നും വിചാരിക്കില്ല. അത് ട്രാവലിംഗ് എന്ന് കിട്ടിയ തന്നെയാണ്. അപ്പം സാനിബയുടെ യാത്രാ കഥകൾ, ഇത് യാത്രാ കഥകളൊന്നും പറയാൻ പറ്റില്ല, ഇതൊരു ലൈഫ് സ്റ്റോറി, എന്തൊക്കെയോ കഥകൾ, ഒരുപാട് കഥകൾ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ചിരിപ്പിച്ചു. എനിക്ക് തോന്നി ഇത് എപ്പിസോഡ് കാണുന്ന എല്ലാവർക്കും ഇതേ ഫീൽ ആയിരിക്കും. സമയം ഇപ്പോൾ ഒരുപാടായി, പക്ഷെ അതൊന്നും ആർക്കും ഫീൽ ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. ഭയങ്കര രസകരമായ കുറേ സമയം ഇങ്ങനെ സംസാരിച്ചിരിക്കാൻ പറ്റിയില്ലെന്ന് ഒരുപാട് സന്തോഷം. ട്രാവലിസ്റ്റ് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് മീൻസ് അവർക്കും ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇവിടെ വന്നതിൽ ഒരുപാട് സന്തോഷം. നമുക്ക് വീണ്ടും കാണാം. ട്രാവലിസ്റ്റിനെ സംബന്ധിച്ച് ഒരു തവണ ഇവിടെ വരിക എന്നുള്ളത് നമ്മുടെ ഒരു ഫാമിലിയുടെ ഭാഗമാണ്. ഇനിയും അങ്ങോട്ടുള്ള യാത്രയിലൊക്കെ കണ്ടുമുട്ടാം. ഒരുപാട് യാത്രകൾ ചെയ്യാൻ പറ്റട്ടെ. ഒരു യാത്രയുടെ അടുത്ത് നമുക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം അതാണ്. ഒരുപാട് യാത്രകൾ ചെയ്യാൻ പറ്റട്ടെ, ഒരുപാട് ആൾക്കാരെ കണ്ടുമുട്ടാൻ പറ്റട്ടെ, ഇതുപോലെ ഫാമിലി വലുതാവട്ടെ. എനിക്കെങ്കിലും നിഷ എന്നൊക്കെ പറഞ്ഞ പോലെ ഒരുപാട് ബന്ധങ്ങളൊക്കെ ഉണ്ടാവട്ടെ. ശരി, അപ്പം വീണ്ടും വേറൊരു എപ്പിസോഡിൽ കാണാം. ട്രാവലിസ്റ്റ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇങ്ങനത്തെ ഈ ട്രാവൽ വ്ളോഗ്സ് ആയാലും ഇപ്പം ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരായാലും അവർ ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെ ട്രാവൽ ചെയ്യാൻ പ്രചോദിപ്പിക്കുക എന്നുള്ളതാണ്. ദെർഫോർ എനിക്ക് ആ ഒരു ഇൻഡെപ്മെന്റ് എനിക്ക് അപ്പോഴേ ആൾക്കാർ വളരുള്ളൂ. ബേസിക്കലി നമ്മളുടെ ഇനി വരുന്ന ജനറേഷൻ ആണെങ്കിലും അവർ ട്രാവൽ ചെയ്യുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഇറങ്ങി നടക്കാൻ തോന്നും. ഇപ്പം സാൻഡ്രോ ആണെങ്കിലും ഈ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്തുകൂടാ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മുടെ മനസ്സിൽ വരും. ദെർഫോർ യു ആർ ഡൂയിങ് എ ഗുഡ് ജോബ്. അത്രയേ ഉള്ളൂ. താങ്ക് യു.